Hey, hello my dear friend, how are you doing? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. കഴിഞ്ഞ 2 വീഡിയോകളിൽ നിങ്ങൾ തന്നിട്ടുള്ള വലിയൊരു സപ്പോർട്ട്, ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ സൂപ്പർ മാർക്കറ്റിലുള്ള പല സാധനങ്ങളും നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് പോകേണ്ടി വരും. ഈ സമയത്ത് ഈ സാധനങ്ങളുടെ പേരുകളൊക്കെ വലിയ കൺഫ്യൂഷനാണ് പലർക്കും. ഇപ്പോൾ ജീരകം, ഈ ജീരകം തന്നെ വലിയ ജീരകത്തിന് വേറെ പേരാണ്, ചെറിയ ജീരകത്തിന് വേറെ പേരാണ്. അതുപോലെ ജാതിക്ക, ജാതിപത്രി, ഇതിനൊക്കെ എന്താണ് പറയുക, കായത്തിന് എന്താണ് പറയുക, അല്ലെങ്കിൽ എള്ളെണ്ണ ഇതിനെന്താണ് പറയുക, അതുപോലെ ഉലുവ ഒക്കെ എന്താണ് പറയുക, ഉലുവയ്ക്കും അലുവയ്ക്കും ഒക്കെ വേറെ വേറെ പേരുകളാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി ഇന്ന് നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ പ്രാക്ടീസാണ് നൽകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, സാധനങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നു, ഇതെല്ലാം നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സിമ്പിളായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 2 വീഡിയോയിലും ഒരുപാട് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു കാര്യമാണത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9995558247 എന്ന വാട്സപ്പ് നമ്പറിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് മെസ്സേജുകൾ വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും മറുപടി നൽകാൻ പറ്റാത്തത്. കുറേ ആൾക്കാർക്ക് ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എല്ലാവർക്കും നമ്മുടെ സൗജന്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. അതേപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ചില ടിപ്സുകൾ എല്ലാ ദിവസവും ഓഡിയോയും നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പലർക്കും അത് കണ്ടിട്ടുണ്ടാവും. ഈ കാണാത്ത സുഹൃത്തുക്കൾക്ക് സൗജന്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ആണ് കേട്ടോ, ധൈര്യമായിട്ട് വരാം, ഒരു കുഴപ്പമില്ല. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ്. ആ സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടി ഞങ്ങളുടെ 9995558247 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഈ കോൺവെർസേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കാണുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റാണ് കാണേണ്ടതെന്ന് അറിയാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ സിസ്റ്റം കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീനിലൂടെ ഓരോ കോൺവെർസേഷൻ പറയുന്ന സമയത്തും അതിൻ്റെ സ്പെല്ലിങ്ങും ടെക്സ്റ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാൻ കണക്ട് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ ഓൺലൈനിലുണ്ട്, അജയും അതുപോലെ തന്നെ അഭിനവും. അവരെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്തിട്ട് ഞാൻ നേരെ നിങ്ങൾക്കിത് കാണിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുമ്പം റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഒരു തവണ വെറുതെ കണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോ തവണ ഇത് കണ്ടതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് തിരക്കിനിടയിലാണെങ്കിൽ പോലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനെ കേൾക്കുക, തിരിച്ച് പറയുക. ഇവരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ലെറ്റ്സ് ലേൺ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ സിസ്റ്റം കണക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ ദേർ. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അഭിനവ്, സൗണ്ട് കേൾക്കാവോ? ഒന്ന് നോക്കിയിട്ട് പറയാമോ? ഹലോ. ഹലോ അഭിനവ്, കേൾക്കുന്നുണ്ടോ സൗണ്ട്? ഹലോ സാർ, കേൾക്കാം സാർ. അജയ്, കേൾക്കുന്നുണ്ടോ സൗണ്ട്? കേൾക്കാം സാർ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഒരു കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷൻ നടക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ചോദിച്ചിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്ന കോൺവെർസേഷനെ പറ്റി ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോൺവെർസേഷനിലുള്ള സെൻറ്റൻസുകൾ ഞാനൊന്ന് പറയാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുമല്ലോ, എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം, അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ, അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങൾ. ഈ പലവ്യഞ്ജനങ്ങൾക്ക് എന്താണ് പറയുക? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഗ്രോസറീസ്. യാ, ദാറ്റ്സ് റിയലി ഗുഡ്. ഗ്രോസറീസ് ആണ്. അപ്പോൾ പലവ്യഞ്ജനങ്ങൾ എന്നുള്ളതിന് ഗ്രോസറീസ് ആണ്, പിന്നെ വെജിറ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, കസ്റ്റമർക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുമ്പോൾ ചോദിക്കാവുന്നതാണ്, എനിക്ക് കുറച്ച് വെജിറ്റബിളും ഗ്രോസറീസൊക്കെ വേണമെന്ന് പറയുമ്പം എങ്ങനെ പറയാം? ഇപ്പോൾ നമ്മളൊരു ഓഫീസിലേക്കൊന്നല്ല പോയത്, നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാഷ്വൽ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഹലോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹായ്, ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. എങ്ങനെ പറയാം? ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. എങ്ങനെ പറയും? ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ഒന്ന് അജയ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഹായ്, ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. പറഞ്ഞു നോക്കിയാൽ അഭിനവ്. Hi, I need some vegetables and groceries. Really good. This is really good. Okay, അജയ് ഒന്നുകൂടെ ട്രൈ ചെയ്യാവോ? Hi, I need some groceries and vegetables. Yes. Okay. കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സെയിൽസ്മാൻ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. പുതിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇതൊന്നും ഇല്ലാത്ത അത്യാധുനിക ടെക്നോളജിയിൽ ആമസോണിൻ്റെ ഒക്കെ സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. മനുഷ്യൻ പോലും അവിടെ ഇല്ല. ഓക്കെ, എനിവേ നമുക്ക് നോർമലി സംസാരിക്കേണ്ടി വരിക, നോർമലി നമുക്ക് ഒരാളുടെ സ്ഥലത്ത് പോകുന്ന സമയത്ത് പറയേണ്ടി വരുന്നത്
അവിടെയുള്ള ഷോപ്പ് കീപ്പറോടായിരിക്കും, ഷോപ്പ് കീപ്പറായിരിക്കും സ്വാഭാവികമായിട്ടും ആൻസർ ചെയ്യുക. അപ്പോൾ അതിൽ പറയാം, സ്വാഭാവികമായിട്ടും പറയും ഓക്കെ എന്തായാലും എന്തൊക്കെ വെജിറ്റബിളാണ് വേണ്ടത് നിങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ വെജിറ്റബിളാണ് നിങ്ങൾ നോക്കുന്നതെന്ന് പറയില്ലേ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, വെജിറ്റബിളിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് ചോദിക്കില്ലേ. അപ്പോൾ നമ്മളോട് എന്താണെങ്കിലും ചോദിക്കും, ഇപ്പോൾ ഗ്രോസറീസ് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നല്ലേ നമ്മൾ ചോദിക്കുക സ്വാഭാവികമായിട്ടും. അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാം ഷ്യൂർ വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ, എന്ത് തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ നോക്കുന്നത് എന്നുള്ളതിനാണ് ആർ യു ലുക്കിംഗ് ഫോർ. വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പറയും. വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ. യെസ്, അഭിനവ് എന്ന് പറഞ്ഞു നോക്കിയേ. വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ. വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ. യെസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിച്ചതാണ് ഹായ് ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. അപ്പോൾ ആൻസർ ഷോപ്പ് കീപ്പർ പറയാണ് യാ ഷ്യൂർ വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡയലോഗാണ് ഒന്ന് പറയേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഡിലോഗ് നിങ്ങളൊന്ന് പറയാമോ, രണ്ടാളൊന്ന് പറയാമോ? ഞാൻ ജസ്റ്റ് ആ ടെക്സ്റ്റ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ ടെക്സ്റ്റ്? കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാമോ? ഒരാൾ കസ്റ്റമർ ആകുക, ഒരാൾ ഷോപ്പ് കീപ്പർ ആവുക. ഓക്കെ സർ, ഞാൻ കസ്റ്റമർ ആവാം. ഓക്കെ, വെരി ഗുഡ്. സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. യാ ഷ്യൂർ വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്തൊക്കെ സാധനം വേണമെന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ പറയുന്നത് എനിക്ക് കുറച്ച് വെണ്ടയ്ക്ക വേണം, പിന്നെ കുറച്ച് എന്താ പറയുക തക്കാളി വേണം, പൊട്ടാറ്റോ വേണം, പിന്നെ കുറച്ച് നമ്മുടെ നേന്ത്രവാഴപ്പഴം വേണം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് വെണ്ടയ്ക്ക വേണം. വെണ്ടയ്ക്കൊക്കെ എന്താ ഇംഗ്ലീഷിൽ പറയാ നോർമലി? ലേഡീസ് ഫിംഗർ, റൈറ്റ്? എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ലേഡീസ് ഫിംഗർ. നിങ്ങളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതൊക്കെ പോട്ടെ, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ലേഡീസ് ഫിംഗർ എന്നൊരു സംഭവം കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക ഒക്രയാണ്. OKRA, ഒക്ര. എന്താ പറയുക? ഒക്ര. ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവ്. ഒക്ര കേൾക്കുന്നുണ്ടോ അഭിനവ്? ഓക്കെ, അഭിനവ് ഒന്ന് ട്രൈ ചെയ്യാവോ? എന്താണ് പറയാ? ഒക്ര, റൈറ്റ്. ഓക്കെ, ഒക്ര എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒക്ര എന്ന് കാണുമ്പോൾ അയ്യോ ഇതെന്താ സംഭവം, നിങ്ങൾ ബില്ലൊക്കെ ചില ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം വീട്ടിൽ പോയി ബില്ല് നോക്കുമ്പോൾ ഒരു സാധനം കാണാം ഒക്ര, അയ്യോ ഇതെന്താ സംഭവം എന്നൊന്നും നിങ്ങൾ കരുതണ്ട. എല്ലായിടത്തും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒക്ര എന്നാണ്. എന്ന് വെച്ചാൽ ലേഡീസ് ഫിംഗർ എന്ന് പറയുന്ന തെറ്റാണോ, ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെയായിരിക്കും പലപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നെയിം ഉണ്ടാവുക. ഓക്കെ, പിന്നെ കുറച്ച് തക്കാളി വേണം. തക്കാളിക്ക് എന്ത് പറയും അഭിനവ്? ടൊമാറ്റോ. ടൊമാറ്റോ അല്ലെങ്കിൽ ടൊമാറ്റോ എന്നൊക്കെ പല രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. ടൊമാറ്റോ എന്ന് പറഞ്ഞു നോക്കുക അജയ്. ടൊമാറ്റോ ആണ് കേട്ടോ. ടൊമാറ്റോ പറഞ്ഞു നോക്കിയേ. ടൊമാറ്റോ. ഓക്കെ, റിയലി ഗുഡ്. ഓക്കെ, പലപ്പോഴും ആൾക്കാർ ടൊമാറ്റോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറയരുത്, ടൊമാറ്റോ. പിന്നെ ഉരുളക്കിഴങ്ങിന് എന്താ പറയുക അഭിനവ്? പൊട്ടാറ്റോ. പൊട്ടാറ്റോ അല്ല, പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ എന്തോന്ന് പൊട്ടി വീണ പോലെ തോന്നും. പൊട്ടാറ്റോ അല്ല, ആക്ച്വലി ഇറ്റ്സ് കോൾഡ് പൊറ്റേറ്റോ. നമ്മൾ പലപ്പോഴും നമ്മളങ്ങനെ ടീ ഓവറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടാ എന്നൊരു സംഭവം ടീയിൽ അങ്ങനെ ഇല്ല കേട്ടോ. നമ്മൾ പൊട്ടാറ്റോ, ടൊമാറ്റോ എന്നില്ല, ടൊമാറ്റോ, പൊറ്റേറ്റോ. ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവ്. പൊറ്റേറ്റോ. ടൊമാറ്റോ. ഒന്ന് പറഞ്ഞു നോക്കിയാ അജയ്. പൊട്ടാറ്റോ, ടൊമാറ്റോ, and potatoes. Yeah. ടായായി പോരുത്, ടായാക്കി നോക്കിക്കേ. Potatoes. ടായല്ല, ടാറ്റ എന്നുള്ള ച. ഓക്കെ, potatoes, right? Okay. നിങ്ങൾ did you have your breakfast? Yes, I had. Okay, and what about you Abhinav, did you have your breakfast? Yes sir. Okay, really good. ഒരു എനർജി ഉണ്ടല്ലോ അല്ലേ? എനർജി കുറയാൻ പാടില്ല കേട്ടോ. നല്ല പവർഫുൾ ആയി രണ്ടാൾ നിൽക്കണം. റെഡി ആണല്ലോ? റെഡിയാണ് സർ. അതാണ് റൈറ്റ്. ഓക്കെ, റിയലി ഗുഡ്. കാരണം കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ആവേശത്തിൽ അവർ നല്ല രീതിയിൽ കമൻറ്റുകളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഓരോ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കി ഇടുന്നുണ്ട്. അതേപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനിപ്പോൾ ഇവരോട് ഓരോ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും ജസ്റ്റ് അതേപോലെ സെൻറ്റൻസുകൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിങ്ങളിങ്ങനെ പറഞ്ഞു പോകണം. പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ച് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നത് കസ്റ്റമർ പറയുന്നത് എനിക്ക് കുറച്ച് ഒക്ര വേണം, സം ഒക്ര ആൻഡ് ടൊമാറ്റോസ്, പൊട്ടാറ്റോസ്,
പിന്നെ കുറച്ച് നമ്മുടെ നേന്ത്രവാഴപ്പഴത്തിന് എന്താ പറയുക? ബനാന നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ല. ബനാന അതുപോലെ തന്നെ പ്ലാന്റെയിൻ രണ്ടെണ്ണം ഉണ്ട്. ഞാൻ മുമ്പൊരു തവണ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റെയിൻ എന്ന് പറയുന്നതും ബനാന എന്ന് പറയുന്നതും ഒന്നാണെന്ന് വെച്ചാൽ ഒന്നല്ല. കാരണം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഈ ബനാന എന്ന് പറയുന്നത് നമ്മുടെ ഈ റോബസ്റ്റ് ശരിക്കും ഒരു മഞ്ഞ റോബസ്റ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഷോപ്പിൽ? കണ്ടിട്ടുണ്ടോ അജയ്? ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ മഞ്ഞ കളറിലുള്ള റോബസ്റ്റ് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല. അഭിനവ് കണ്ടിട്ടുണ്ടോ? ഈ നമ്മുടെ ഈ റോബസ്റ്റ് മഞ്ഞ ആയ എങ്ങനെ ഉണ്ടാവും അതേപോലുള്ള അതാണ് ശരിക്കും ബനാന. അതാണ് വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ റോബസ്റ്റ് പോലെ ഇങ്ങനെ വളരെ ഇതായിരിക്കും. പക്ഷേ റോബസ്റ്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. റോബസ്റ്റ് പോലെ ഇരിക്കും, പക്ഷേ റോബസ്റ്റ് അല്ല. വളരെ സോഫ്റ്റും സ്മൂത്തും ആയിരിക്കും. എന്നാൽ നമ്മുടെ ബനാന കുറച്ചും കൂടി റിജിഡ് ആയിരിക്കും. നല്ല ഒന്നുകൂടി ഒരു കട്ടിയുള്ള തോടുള്ളതാണ് അല്ലേ? നമ്മുടെ നേന്ത്രവാഴപ്പഴം എന്ന് പറയുന്നത് കുറച്ചുകൂടി കട്ടിയുള്ളതല്ലേ? കട്ടിയുള്ളതായിരിക്കും. നല്ല അതിൻ്റെ തോട് എങ്ങനെ ആയിരിക്കും? ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബനാന ശരിക്കും വിദേശ രാജ്യങ്ങളിൽ പറയുന്ന ബനാന എന്ന് പറയുന്നത് പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങി നമ്മുടെ റോബസ്റ്റ് പോലെ കറുത്തങ്ങ് പോകും. എന്നാൽ നമ്മുടെ സാവധാനം കളർ ഇങ്ങനെ ഫെയ്ഡായി ബ്ലാക്ക് ആയിട്ട് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഇതിന് പറയുന്ന വിദേശികൾ പറയുന്നത് പ്ലാന്റെയിൻ എന്നാണ് പറയാം. പ്ലാന്റെയിൻ എന്താ പറയാ? പ്ലാന്റെയിൻ ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റെയിൻ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ പലപ്പോഴും വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാന്റെയിൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കാതെ നമ്മുടെ ഏഷ്യയിൽ നിന്നുള്ള ഈ ടൈപ്പ് ഓഫ് അതിൻ്റെ ഒരു നമ്മുടെ നേന്ത്രവാഴപ്പഴമാണ് ഈ പ്ലാന്റെയിൻ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതാണ് വ്യത്യാസം. അപ്പോൾ പ്ലാന്റെയിൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ പ്ലാന്റെയിൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ പഴുത്തതുണ്ട്, പച്ചയുണ്ട്. അപ്പോൾ പഴുത്തത് എന്നുള്ളതിന് എന്താ പറയുക? പഴുത്തതാണോ എന്ന് എങ്ങനെ ചോദിക്കും? പഴുത്തതാണോ എങ്ങനെ ചോദിക്കും? ഒന്നേ പഴുത്തുണ്ടോ? പഴുക്കുക എന്നുള്ളത് എന്താ പറയുക? റൈപ്പ് എന്നാണ്. റൈപ്പായതാണെന്ന് ചോദിക്കും. മറ്റേത് റോ ബനാന അല്ലെ റോ പ്ലാന്റെയിൻ. ഓക്കെ, റോ പ്ലാന്റെയിൻ അതുപോലെ തന്നെ റൈപ്പായിട്ടുള്ള പ്ലാന്റെയിൻ, ഇത് രണ്ടാണ് കേട്ടോ. റൈറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തത് വീണ്ടും ഷോപ്പ് കീപ്പറാണ് അതിന് മറുപടി പറയേണ്ടത്. അയാൾ ചോദിക്കുകയാണ്, സം ഒക്ര, ടൊമാറ്റോസ്, പൊട്ടാറ്റോസ് ആൻഡ് സം പ്ലാന്റെയിൻ പ്ലീസ് എന്നാണ് കസ്റ്റമർ ചോദിക്കുന്നത്. സം ഒക്ര, ടൊമാറ്റോസ്, പൊട്ടാറ്റോസ് ആൻഡ് സം പ്ലാന്റെയിൻ പ്ലീസ് എന്നാണ് കസ്റ്റമർ ചോദിക്കുന്നത്. അപ്പോൾ ഷോപ്പ് കീപ്പർ സ്വാഭാവികമായിട്ട് ആൻസർ പറയും, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലേക്കുള്ള ഗ്രോസറീസിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ എനിക്കത് ഐഡിയ കിട്ടിയെന്നുള്ളത് എന്ത് പറയും? ഓക്കെ എന്ന് പറയാൻ മതിയോ? ഗെറ്റ് ഇറ്റ് എന്നുള്ളത് കറക്റ്റാണ്. അത് ഗോട്ട് ഇറ്റ് എന്നാക്കണം. ഗോട്ട് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായോ? യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഗോട്ട് ഇറ്റ് എന്ന് പറയരുത്, ഗോട്ട് ഇറ്റ് എന്നായി പറയാം. ആ ഗോട്ടിൻ്റെ ടി ആയിട്ട് ഡി ആക്കി നോക്കിയേ. ഗോട്ട് ഇറ്റ് പറഞ്ഞു നോക്കൂ അജയ്. I got it. പറഞ്ഞു നോക്കൂ അജയ്. I got it. Any specific groceries needed? Any specific, പ്രത്യേകിച്ച് ഗ്രോസറീസ് എന്തൊക്കെയാണ് വേണ്ടത്? എന്തെങ്കിലും വേണോ ചോദിക്കുന്നതാണ്. ഗ്രോസറീസ് എന്തെങ്കിലും വേണോ അല്ലെ അത് ചോദിക്കുന്നതാണ്. Any specific groceries needed? അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ് got it. Any specific groceries needed? I got it. Any specific groceries needed? എങ്ങനെ ചോദിക്കും അഭിനവ്? എങ്ങനെയാണ് ഷോപ്പ് കീപ്പർ എങ്ങനെയാണ് ആൻസർ പറയുക? Got it. Any specific groceries needed? I got it. Any specific groceries needed? Very good. Okay, got it. Any specific groceries needed? Very good. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് അജയ് കൂടി ഒന്ന് പറഞ്ഞു നോക്കി. അജയ് ഉറങ്ങിപ്പോയില്ലല്ലോ അവിടെ? അതാണ്. got it. Any specific groceries needed? Got it. Any specific groceries needed? കേട്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ലൗഡായി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ചില ആൾക്കാർക്ക് ഉറക്കെ പറയാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. നിങ്ങളിങ്ങനെ ഉറക്കെ പറയാൻ മടിയായി കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിക്കും, സാർ അത് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ പോലെ ഇപ്പം പറയണ്ടല്ലോ എന്ന്. ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താണോ അതായിരിക്കും നിങ്ങളുടെ ആക്ച്വലുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാണ് പറയുന്നതെങ്കിൽ പുറത്ത് പോയിട്ട് സംസാരിക്കുന്ന നേരത്ത് നമുക്ക് കിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, പലപ്പോഴും പല ആൾക്കാരും പറയും ഇത് പറയുന്നത് കേട്ടാൽ എനിക്ക് മനസ്സിലാവും, പക്ഷെ തിരിച്ച് പറയാൻ പറ്റില്ല. അതിന് കാരണം ഇതാണ്, നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ലൗഡായിട്ട് തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ സാവധാനം പ്രാക്ടീസ് ചെയ്തോ നിങ്ങൾ അറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കും, ഉറപ്പാണത്. ഗ്രാമറിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപോലെ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് ഇവരെ ഗ്രാമർ പഠിപ്പിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ വെർബ് ഫോമുകളൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു.
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. അജയ് ചെറുപ്പത്തിൽ മലയാളം സംസാരിക്കാൻ തുടങ്ങിയത് ഗ്രാമർ പഠിച്ചിട്ടാണോ? അല്ല. അഭിനവോ? അങ്ങനെയാകുമ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഗ്രാമർ ആവശ്യമില്ല, പക്ഷെ എഴുതുമ്പോൾ ഗ്രാമർ വേണമെന്ന്. അങ്ങനെയാണ് അഭിനവ് ആദ്യം എഴുതി തുടങ്ങിയത് ദ്വന്ദ്വ സമാസം എന്താണ്, ഉൽപ്രേക്ഷ എന്താണ്, അല്ലെങ്കിൽ ബഹുബ്രീവി സമാസം എന്താണ്, ഇതൊക്കെ പഠിച്ചിട്ടാണോ അഭിനവ് 1ാം ക്ലാസ്സിൽ മലയാളം എഴുതാൻ തുടങ്ങിയത്? ഇത് തന്നെയല്ലേ? അതെ. ആ തറയിൽ നിന്ന് നമ്മൾ അടുത്തേക്ക് നീങ്ങി മെല്ലെ മെല്ലെ പോവാണ് അല്ലേ? തറയിൽ നിന്നും പറയിലേക്കും, പറയിൽ നിന്നും പനയിലേക്കും നമ്മളിങ്ങനെ സാവധാനം കയറി പോവാണ് ചെയ്യുക. ഇത് തന്നെയാണ് ചെറിയ വാക്കുകളിൽ നിന്നും വലിയ സെൻറ്റൻസുകളിലേക്കും അങ്ങനെ നീണ്ടു പോകും. ചെറിയ വാക്ക് പിന്നെ ചെറിയ സെൻറ്റൻസായി മാറും, ചെറിയ സെൻറ്റൻസ് പിന്നെ വലിയ സെൻറ്റൻസായി മാറും, ഇങ്ങനെ നീണ്ടു പോവുക ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഗ്രാമർ എന്ന് പറയുന്നത് ഭാഷയ്ക്ക് അത്യാവശ്യമാണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ തെറ്റായി ഇത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ സംസാരിക്കുന്നതിൽ ഗ്രാമർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നാളെ വരും എന്ന് പറയുന്നതിന് പകരം ഞാൻ നാളെ വന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ മലയാളത്തിലാണെങ്കിലും. ഇല്ല സാർ, പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി അവിടെ അത് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു പോവുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ പറയാണ് ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞതിന് പകരം ഐ ഈസ് ഗോയിങ് എന്ന് എപ്പോഴെങ്കിലും പറയുമോ അജയ്? ഇല്ല, പറയില്ല സാർ. ആണോ? ഐ ഈസ് ഗോയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നില്ലേ? കാരണം നമ്മളിതിങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയത് അങ്ങനെയാണ് നമ്മൾ സംസാരിച്ച് പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ ബ്രെയിനിൽ അത് അങ്ങനെ തന്നെയായിരിക്കും പതിയെ. ഓക്കെ, നമ്മൾ അതിലേക്ക് പോകണ്ട, തിരിച്ചു വരാം. ഓക്കെ, ഗെറ്റ് ബാക്ക്. ഓൾറൈറ്റ്. അപ്പോൾ പറയുന്നത്, ഷോപ്പ് കീപ്പർ പറയുന്നത് ഗോട്ട് ഇറ്റ്, എനി സ്പെസിഫിക് ഗ്രോസറീസ് നീഡഡ് എന്ന് ആണ് ചോദിക്കുന്നത് അല്ലേ? അങ്ങനെ പറയാം. വെരി ഗുഡ്. അപ്പോൾ കസ്റ്റമർ പറയാണ് കസ്റ്റമർക്ക് കുറച്ച് കായം വേണം, പിന്നെ കുറച്ച് കുറച്ച് ഗ്രാമ്പു വേണം, അല്ലെങ്കിൽ കുറച്ച് ഉലുവ വേണം, പിന്നെ ചെറിയ ജീരകം വേണം. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ളതല്ലേ? അല്ലേ? കായം പലപ്പോഴും നമുക്ക് അച്ചാറ്, സാമ്പാർ മുതൽ എല്ലാത്തിനും കായം ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതുപോലെ ചെറിയ ജീരകം, വലിയ ജീരകം ഉപയോഗിക്കാറില്ലേ? ഗ്രാമ്പു ഉണ്ട്. ഇനിയിപ്പം ഉലുവ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നല്ലേ കറികളിൽ. ഇതൊക്കെ നമുക്ക് വേണ്ട സാധനമല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഇംഗ്ലീഷിൽ എന്താണ് പറയാന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കായത്തിന് എന്താ പറയാന്നറിയോ? കായത്തിന് പറയാ അസഫെറ്റീഡ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ASA അസ. എന്താ പറയാ? അസ. FOETIDA. FOE എന്ന് പറയുന്നത് ഫേ എന്നാണ് കേട്ടോ. അസഫോറ്റീഡ അല്ല, അസഫെറ്റീഡ എന്ന് പറഞ്ഞു നോക്കിയേ. സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാമോ? ASA FOETIDA. ഞാനിത് ടൈപ്പ് ചെയ്ത് ഇട്ടേക്കാം നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അസഫെറ്റീഡ. ഓക്കെ, അസഫെറ്റീഡ അത് ഓർക്കുക. അസഫെറ്റു എന്ന് ഓർത്താൽ മതി. അസഫെറ്റീഡ. ഓക്കെ, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രസമാണ്. ആസ്. ഓക്കെ, നമ്മൾ രസകരമായി ഓർത്തിരിക്കുക. ഓക്കെ, അസഫെറ്റീഡ. ഓക്കെ, അസഫെറ്റീഡയാണ് എന്ത് പറയുന്നത്? കായം എന്ന് പറയുന്നത്. You got the idea? Got it? Yes, I got it. Very good. Real good. So, അടുത്തത് നമുക്ക് അസഫെറ്റീഡ പോലെ തന്നെയാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ചെറിയ ജീരകം. ജീരകത്തിന് ക്യുമിൻ സീഡ് എന്ന് പറയും. ക്യുമിൻ സീഡ്. ഓക്കെ, ക്യുമിൻ സീഡ് എന്ന് പറഞ്ഞാൽ ജീരകമാണ്. ക്യുമിൻ സീഡ്. അപ്പോൾ അതിൽ വലിയ ജീരകമുണ്ട്, ചെറിയ ജീരകമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വലിയ ജീരകമില്ലേ, നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് 2 ജീരകം കഴിക്കില്ല. അതാണ് വലിയ ജീരകം അല്ലേ? പെരുംജീരകം എന്ന് വേണമെങ്കിൽ പറയാം. ഈ വലിയ ജീരകത്തിന് നിങ്ങൾ ബിഗ് ക്യുമിൻ എന്ന് പറഞ്ഞാൽ പോരാ. ഇവിടെ വേണ്ടത് ഫെനൽ സീഡാണ്. ഫെനൽ, FENNEL SEED. ഫെനൽ സീഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താ പറയുക? ഫെനൽ സീഡാണ്. ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ടൈപ്പ് ചെയ്തിട്ടേക്കാം. ഒന്ന് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, റൈറ്റ്. ഫെനൽ സീഡും ക്യുമിൻ സീഡുമാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു പറഞ്ഞത് നമ്മൾ? ഉലുവ അല്ലേ? ഉലുവയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഫെനുഗ്രീക്ക് എന്നാണ്. FENU ഫെനു. ഗ്രീക്ക് GREEK ഗ്രീക്ക്. ഫെനുഗ്രീക്ക്. ഓക്കെ, അപ്പോൾ അയാൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അസഫെറ്റീഡ, ക്യുമിൻ സീഡ് അല്ലെങ്കിൽ ഫെനൽ സീഡ്, പിന്നെ ഫെനുഗ്രീക്ക് ആണ്. അപ്പോൾ അയാൾക്ക് വേണ്ടത് ഫെനൽ സീഡാണ്. പക്ഷെ നമ്മൾ ക്യുമിൻ സീഡും കൂടി പറഞ്ഞാണ്. വലിയ ജീരകത്തിന് ഫെനൽ സീഡാണ്, ചെറിയ ജീരകത്തിന് ക്യുമിൻ സീഡാണ്. ഓക്കെ, പിന്നെ വേണ്ടത് എന്താണ്? ഫെനുഗ്രീക്ക്. ഓക്കെ, റൈറ്റ്.
അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറിപ്പോകരുതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ല. ഇത് തെറ്റിപ്പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു ചെറിയ കഷ്ണം പേപ്പറിൽ എഴുതി പോക്കറ്റിലിട്ടേക്കണം. അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് വെറുതെ എടുത്ത് നോക്കണം. ബസ്സിലിരിക്കുന്ന സമയത്താകാം, വേറെ എവിടെയെങ്കിലും പോകുന്ന സമയത്താകാം, വെറുതെ ഇങ്ങനെ പേപ്പറിൽ. എപ്പോഴും ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോക്കറ്റ് നോട്ട്സ് എപ്പോഴും വളരെ അത്യാവശ്യമാണ്. നിങ്ങളത് ഇടയ്ക്ക് ഇങ്ങനെ ആ പോക്കറ്റ് നോട്ട്സ് എടുത്ത് ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് ഓരോ ദിവസവും ഓരോ പോക്കറ്റ് നോട്ട്സ് എടുത്ത് ഇങ്ങനെ പോക്കറ്റിൽ മാറിയിടുക. ഇത് മാറിയെടുത്ത് പോക്കറ്റിലിടുക. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണത്. അങ്ങനെ ചെയ്താൽ ഒരു കാർഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പോക്കറ്റിൽ ഇടാൻ പറ്റുന്ന രീതിയിൽ കാർഡ് കട്ട് ചെയ്ത് വെച്ചാൽ അതിൽ ഇതേപോലുള്ള ഷോർട്ട് പോയിന്റുകൾ ഇടാം. അപ്പോൾ നിങ്ങൾ അറിയുമോ അതെന്തിനാ ഇപ്പോൾ പുതിയ ടെക്നോളജിക്ക് വന്നില്ലേ, മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടാൽ പോരെയെന്ന് വെച്ചാൽ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി, പക്ഷേ ആരും എടുത്ത് നോക്കില്ല. അതേസമയം പോക്കറ്റിലൊരു പേപ്പറാണ്. ഈ ഫിസിക്കൽ സംഭവം നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ടാൽ നല്ലതായിരിക്കും. അവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാം, ഇടയ്ക്ക് നോക്കാം. ഇനി ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ കൂടെ തന്നെ. ഗ്രാമ്പു എന്നുള്ളതിന് എന്താ പറയാ? ഗ്രാമ്പു എന്താണ്? ഗ്രാമ്പുവിന് ക്ലോവ് എന്ന് പറയും. ക്ലോവ്, CLOVE, ക്ലോവ്. ഓക്കെ, ക്ലോവ് ആണ് ഗ്രാമ്പു. ഓക്കെ, യെസ്. അപ്പോൾ എനിവേ അതൊന്നും വേണ്ട. നമുക്ക് വേണ്ട സാധനം ഇത്രയേ ഉള്ളൂ. അസഫെറ്റീഡ, ദെൻ ഫെനൽ സീഡ്, ദെൻ ഫെനുഗ്രീക്ക്. ഇത്രയും സംഭവമാണ് കസ്റ്റമർക്ക് വേണ്ടത്. മറ്റേ സംഭവം കൂടി നമുക്ക് വേണ്ടി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതുകൂടി പറഞ്ഞാണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. റൈസ് മുതൽ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഞാൻ ധാന്യപ്പൊടിക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഫ്ലവർ എന്നാണ് പറയുക, ഫ്ലോർ എന്നല്ല, ഫ്ലവർ. ഫ്ലവർ മിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, റിയലി ഗുഡ്. ഓക്കെ, സോ അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ് ഇത്രയും സാധനങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അയാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സംശയമുണ്ട്, ചിലപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന കസ്റ്റമർ ചോദിക്കുന്ന ഒരു രീതിയാണ്. യെസ്, some asafoetida, fennel seed and some fenugreek if possible. fenugreek if possible എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ്. if possible എന്താ പറയുക? if possible, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഉണ്ടെങ്കിൽ അതും കൂടെ ആയിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് if possible എന്ന് പറയാം. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാവോ ആ പറഞ്ഞ ഡിലോഗ്? യെസ്, some asafoetida, fennel seed and some fenugreek if possible. ഒരുമിച്ച് പറയണ്ടല്ലോ, ഒരുമിച്ച് പറഞ്ഞു നോക്ക്. Yeah, some asafoetida, fenugreek, fennel seed if possible. Right, very good. Okay. അപ്പോൾ ഷോപ്പ് കീപ്പർ സ്വാഭാവികമായിട്ടും പറയാണ് ഇതെല്ലാം ലഭ്യമാണ്, കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള പിന്നെ ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുക. ആദ്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ വെണ്ടയാണ്. വെണ്ടയ്ക്കൊക്കെ എന്തായിരുന്നു പറയുന്നത്? ഓർമ്മയുണ്ടോ? വെണ്ടയ്ക്ക നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓക്ര. റിയലി ഗുഡ്, ഓക്രയാണ് അല്ലേ? അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ് ഇറ്റ്സ് ഓൾ അവൈലബിൾ. ഹൗ മച്ച് ഓക്ര ഡു യു നീഡ്? എന്ത് വേണമെന്നാണ് അജയ് പറഞ്ഞത്? വെണ്ടക്ക. എത്ര വെണ്ടയ്ക്ക വേണം? ഹൗ മച്ച് ഓക്ര ഡു യു നീഡ്? ഹൗ മെനി ഓക്ര എന്നല്ല പറയുന്നത്, ശ്രദ്ധിച്ചോ? ഹൗ മച്ച് എന്നാണ്. ഈ സാധനങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുന്ന സാധനങ്ങൾക്കാണ് ഹൗ മെനി എന്ന് പറയാമെങ്കിൽ പറയാം. പണം അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിന് ഹൗ മച്ച് ആണ് വേണ്ടത് കേട്ടോ. ഹൗ മച്ച് ഓക്ര ഡു യു നീഡ്? അതേസമയം ഹൗ മെനി ബുക്സ് ഡു യു നീഡ്? ഹൗ മെനി പെൻസിൽ ഡു യു നീഡ് എന്ന് ചോദിക്കാം. ഇവിടെ അതേസമയം ഹൗ മച്ച് ടൊമാറ്റോ, ഹൗ മച്ച് പൊട്ടേറ്റോ, ഇതൊക്കെ ഹൗ മച്ചാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഓയിൽ നിങ്ങൾക്ക് വേണമെന്ന് എങ്ങനെ ചോദിക്കും അഭിനവേ? ഹൗ മച്ച് ഓയിൽ. ഹൗ മെനിയാണോ ഹൗ മച്ചാണോ? ഓയിൽ ഇങ്ങനെ അളക്കാലോ, അളന്നെടുക്കാവുന്നതാണോ? ഹൗ മെനി അല്ല, അളന്നെടുക്കാവുന്നതാണെങ്കിലും ഓയിൽ ഹൗ മച്ച് തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഏതിനൊക്കെയാണ് ഹൗ മച്ച് ഹൗ മെനി എന്നുള്ളത് നമ്മൾ ഇതേപോലെ ഉപയോഗിച്ച് പഠിക്കുക. അപ്പോൾ കൺഫ്യൂഷൻ മാറിക്കോളും. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര എണ്ണമെന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നില്ലല്ലോ. നമ്മൾ പറയണ ബുക്ക് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി എണ്ണി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തക്കാളി, പയർ ഇതൊന്നും എണ്ണി എടുക്കുന്നതല്ലോ. ഓയിലാണെങ്കിൽ പോലും അങ്ങനെയല്ല, ഒഴിച്ചെടുക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഹൗ മച്ച് ഓക്ര ഡു യു നീഡ്? എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഓക്ര ഡു യു നീഡ്? എത്ര തക്കാളി വേണമെന്നുള്ള അജയ് എങ്ങനെ ചോദിക്കും? How much tomato do you need? Yes, how much tomato do you need? Okay. എത്ര എന്താ പറയുക, നമുക്ക് എത്ര മുരിങ്ങാക്ക വേണം എന്നെങ്ങനെ ചോദിക്കും അഭിനവ്? മുരിങ്ങാക്ക എന്താ പറയാ? മുരിങ്ങാക്ക കണ്ടാൽ എന്തുപോലെ തോന്നുന്നറിയാം? നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമുള്ള എന്തെങ്കിലും? ഡ്രം സ്റ്റിക്ക്. ദാറ്റ്സ് റിയലി ഗുഡ്. കണ്ടോ, ചെണ്ടക്കോൽ, ഡ്രം സ്റ്റിക്ക് അല്ലേ? ഡ്രം സ്റ്റിക്ക്. അപ്പം എങ്ങനെ പറയും?
how much drumstick do you need? Yeah, how much drumstick do you need? How much? അപ്പോൾ പറയാണ് ഷോപ്പ് കീപ്പർ പറയാണ് ഓൾ അവൈലബിൾ ഹൗ മച്ച് ഡ്രംസ്റ്റിക് ഡു യു നീഡ് അല്ലെങ്കിൽ ഹൗ മച്ച് ഒക്ര ഡു യു നീഡ്. ഇവിടെ ഒക്ര ആയതുകൊണ്ട് ഹൗ മച്ച് ഒക്ര ഡു യു നീഡ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള സംഭവം നമുക്കൊന്ന് ഷോപ്പ് കീപ്പറും കസ്റ്റമറും തമ്മിലുള്ള ഒന്ന് പറഞ്ഞു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് താഴേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറും കൂടി വേണേൽ പറയാം. കസ്റ്റമർ പറയാണ് എനിക്കൊരു 1/2 കിലോ മതി എന്ന് പറയാണ്. അപ്പോൾ എങ്ങനെ പറയും? ജസ്റ്റ് എ 1/2 കിലോ വുഡ് ബി ഫൈൻ. ഒരു 1/2 കിലോ 1/2 കിലോ മതിയാവും. മതിയാവും എന്നുള്ള സംഭവമാണ് വുഡ് ബി ഫൈൻ. ജസ്റ്റ് എ 1/2 കിലോ വുഡ് ബി ഫൈൻ. ഓക്കെ, എങ്ങനെ പറയും? Just a 1/2 kilo would be ഫൈൻ. വുഡ് ബി ഫൈൻ. വുഡ് ബി ഫൈൻ. അപ്പോൾ പറയാം, അപ്പോൾ ആ വുഡ് ബി ഇങ്ങനെ കറക്റ്റ് ഉണ്ടല്ലോ. വുഡ് ബി ഫൈൻ. വു ബി എന്നുണ്ടാവുള്ളൂ. പറയുമ്പോൾ വു ബി എന്നുണ്ടാവുള്ളൂ. യാ ജസ്റ്റ് എ 1/2 കിലോ വുഡ് ബി ഫൈൻ. ഓക്കെ, എങ്ങനെ പറയും അജയ്? Yeah, just a 1/2 kilo would be fine. That's really good. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഒരു 1/2 കിലോ മതിയാവും. അപ്പോൾ ഇത്രയും സംഭവം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഓർഡറിൽ. ഫസ്റ്റ് ആരാണ് ചോദിക്കുന്നത്? കസ്റ്റമർ അല്ലേ ചോദിക്കുന്നത്? അതെ. അപ്പോൾ നേരത്തെ അജയ് ആണോ അഭിനവാണോ കസ്റ്റമർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അജയ് ഒന്ന് കസ്റ്റമർ ആയി നോക്കൂ. തിരിച്ചു പിടിച്ചാലോ അതോ അങ്ങനെ തന്നെ പറഞ്ഞു നോക്കണോ? അങ്ങനെ പറഞ്ഞു എന്നാൽ പറഞ്ഞു നോക്കാം. അതാണല്ലോ എളുപ്പമല്ലേ അജയ്? ഓക്കെ, യെസ്. എന്നാൽ പറയൂ അഭിനവ്, കസ്റ്റമർ. ഓക്കെ. Hi, I need some vegetables and groceries. പറയൂ അജയ് ആൻസർ. Yeah, sure. Yeah, I got it. No. എനിക്ക് അപ്പോൾ എന്താ വേണ്ടത്? ഷുവർ. വാട്ട് വെജിറ്റബിൾസ് ആർ യു ലുക്കിംഗ് ഫോർ? അതല്ലേ വേണ്ടേ? Okay. Yeah, sure. What vegetables are you looking for? Yeah, പറയൂ കസ്റ്റമർ. Okay, I need some okra, potato, tomato, banana. ബനാനയ്ക്ക് വരും സം പ്ലാന്റെയിൻ ആക്കണം കേട്ടോ. Okay. സം പ്ലാന്റെയിൻസ്. Yeah, I got it. Any specific groceries needed? Yeah, I need some asafoetida. Right. I need some asafoetida, fennel seed and some fenugreek if possible. Okay. ഒന്ന് പറഞ്ഞു നോക്കൂ. Yeah, I need some asafoetida, fennel seed and fenugreek if possible. Yeah, correct. Yeah, it's all available. How much okra do you need? Yeah. Just 1/2 kilo would be mine. Would be fine. Would be fine. Yeah, right. Okay. അപ്പോൾ അതാണ് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ റിയലി അപ്രീഷിയേറ്റ്. ഓക്കെ, അപ്പോൾ കേട്ടേക്കുന്ന ഓരോ സുഹൃത്തുക്കളും ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഞാനതിൻ്റെ ഓഡിയോ പ്രാക്ടീസ് സെഷന് തീർച്ചയായിട്ടും ഞാൻ അതും കൂടി വേണേൽ ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ആ കൺഫ്യൂഷൻ ആവണ്ട. എന്തെല്ലാം എവിടെ കൊണ്ടുപോയിട്ട് എന്നെ ഇട്ടുപോലെ ഒന്നും തോന്നണ്ട. യു ഹാവ് ടു പ്രാക്ടീസ്, നോ പ്രോബ്ലം. ഐ ക്യാൻ ഹെൽപ്പ് യു ദാറ്റ്. ഓക്കെ, സോ ജസ്റ്റ് എ 1/2 കിലോ വുഡ് ബി ഫൈൻ. ദെൻ ഷോപ്പ് കീപ്പർ പിന്നെ വീണ്ടും ചോദിക്കുകയാണ് ടൊമാറ്റോയും പൊറ്റാറ്റോ ഒന്നും എടുത്തില്ല, അപ്പോൾ അത് എത്രയാണ് വേണ്ടത്? ആൻഡ് ദ ടൊമാറ്റോസ് ആൻഡ് പൊട്ടാറ്റോസ് ഞാൻ ചോദിക്കാം. നമ്മുടെ തക്കാളി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതെത്രയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നതാണ്. ആൻഡ് ദ ടൊമാറ്റോസ് ആൻഡ് പൊട്ടാറ്റോസ് അത്രയും ചോദിച്ചാൽ മതി. നമ്മൾ വലിച്ച് നീട്ടിയൊന്നും പറയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ആൻഡ് ദ ടൊമാറ്റോസ് ആൻഡ് പൊട്ടാറ്റോസ്. ഷോപ്പ് കീപ്പർ വീണ്ടും ചോദിക്കുന്നത് എന്താണ്? And the tomatoes and potatoes. യെസ്, അതിൻ്റെ കാര്യം എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിൻ്റെ കാര്യം എന്തായി അതത്രയും വേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പം കസ്റ്റമർ പറയാണ് 1 കിലോ വീതം രണ്ടും എടുത്തോ എന്ന് പറയാണ്. 1 കിലോ വീതം രണ്ടും എടുത്തോളൂ എന്ന് പറയാണ്. 1 കിലോ വീതം രണ്ടും എടുത്തോളാനാണ് പറയുന്നത്. അപ്പോൾ പ്ലീസ് 1 kilogram ഈച്ച് എന്ന് പറയും അഭിനവ്. Please 1 kilogram ഈച്ച്. ഓക്കെ, ഓരോന്നും ഓരോ കിലോ വീതം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തിരിച്ചു പറയാം 1 kilogram ഈച്ച് പ്ലീസ്, അല്ലെങ്കിൽ പ്ലീസ് 1 kilogram ഈച്ച്. രണ്ടും ഓരോന്ന് പോന്നോട്ടെ എന്ന് പറയുന്നു. ഓക്കെ, രണ്ടും ഓരോ കിലോ എടുത്തു. ഓക്കെ, പ്ലീസ് 1 kilogram ഈച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് സാർ നമുക്ക് ബീൻസും അതുപോലെ തന്നെ പാവയ്ക്കയും ഇവ അതെത്ര കിലോ വീതമാണ് വേണ്ടത്? അപ്പോൾ നമുക്ക് പറയാം പ്ലീസ് 1 kilogram ഈച്ച്. ഓരോ കിലോ വീതം എടുത്തോ. അതാണ് സംഭവം. മനസ്സിലായാലും ഐഡിയ കിട്ടിയല്ലോ. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. നമ്മളെന്തൊക്കെയോ പഠിക്കുകയാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് കേൾക്കുക, റിലാക്സ് ചെയ്യുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. റൈറ്റ്. ഓക്കെ, സോ അപ്പോൾ പറയാണ് 1 kilogram ഈച്ച് എന്ന് പറയുമ്പോൾ ഷോപ്പ് കീപ്പർ പറയണം ഓക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓൾ സെറ്റ് ദെൻ എല്ലാം ഓക്കെയാണ്. അപ്പോൾ അത്രയും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ഷോപ്പ് കീപ്പർ പറയും ഓൾ സെറ്റ് ദെൻ പിന്നെ എന്താ വേണ്ടേ നിൽക്കില്ലേ? നമ്മൾ എന്തൊക്കെ സാധനം വാങ്ങിയാലും ഷോപ്പിൽ പോയി അവർ ചോദിക്കും ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമല്ലോ.
ചോദിക്കും സാർ. ദാറ്റ്സ് എ മാർക്കറ്റിംഗ്. അതാണ് തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക. അപ്പോൾ അത് തന്നെയാണ് അവരോട് ചോദിക്കുന്നത്. ഓൾ സെറ്റ് ദെൻ, അത്ര എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ വേണ്ടത്? ഓൾ സെറ്റ് ദെൻ. അതാണ് ഷോപ്പ് കീപ്പർ പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ഓൾ സെറ്റ് ദെൻ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ എന്നാണ്, എനിക്ക് 1 കിലോ പ്ലാന്റെയിൻ എടുത്തില്ലല്ലോ അല്ലേ? പ്ലാന്റെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ നേന്ത്രവാഴപ്പഴം എടുത്തില്ലല്ലോ. ആൻഡ് 1 kilogram ഓഫ് പ്ലാന്റെയിൻസ് ആൻഡ് 1 kilogram ഓഫ് പ്ലാന്റെയിൻ. അപ്പോൾ എന്താ പറയും? ആൻഡ് 1 kilogram ഓഫ് പ്ലാന്റെയിൻസ് എന്താ പറയും? ആൻഡ് 1 kilogram ഓഫ് പ്ലാന്റെയിൻ. വെരി ഗുഡ്. അപ്പോൾ ഷോപ്പ് കീപ്പർ ആൻസർ പറയാണ്, നമുക്ക് ഈ പ്ലാന്റെയിൻ ഏത് തരത്തിലാണ്, പഴുത്തത് വേണോ പച്ച വേണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഷോപ്പ് കീപ്പർ ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ്? പ്ലാന്റെയിൻ ടൈപ്പ് റോ ഓർ റൈപ്പ്? പ്ലാന്റെയിൻ ടൈപ്പ് റോ ഓർ റൈപ്പ്? പ്ലാന്റെയിൻ ടൈപ്പ് ഏത് തരത്തിലാണ്? റോ ഓർ റൈപ്പ്? എന്തായിരിക്കും? പ്ലാന്റെയിൻ ടൈപ്പ് റോ ഓർ റൈപ്പ്. യാ, വെരി ഗുഡ്. അപ്പോൾ കസ്റ്റമർ പറയാണ്, ഐ നീഡ് റൈപ്പ് വൺസ്. എനിക്ക് പഴുത്ത മതി കേട്ടോ, എനിക്ക് പഴുത്ത മതി. ഐ നീഡ് റൈപ്പ് വൺസ്. റൈപ്പ് വൺ. ഓക്കെ, ഐ നീഡ് റൈപ്പ് വൺ. ഓക്കെ, യെസ്. അപ്പോൾ ഷോപ്പ് കീപ്പർ വീണ്ടും ആൻസർ പറയാണ്, ഓക്കെ, മറ്റെന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? വേറെ എന്തെങ്കിലും വേണോ എന്ന് എങ്ങനെ ചോദിക്കും? എനിത്തിങ് എൽസ് യു നീഡ്? എനിത്തിങ് എൽസ് എങ്ങനെ ചോദിക്കും? എനിത്തിങ് എൽസ്. എനിത്തിങ്ങിൻ്റെ ഈ താ ശരിക്കും നിങ്ങൾ താ എന്നുള്ള ഒരു സായും കൂടെ വരുന്നത് നത്തിങ്. നത്തിങ് തായ്ക്ക് വരെ അവിടെ ഒരു സായും കൂടി വന്നു വയ്ക്കുക. തായും സായും. നത്തിങ്. താ സ. നത്തിങ്. ഒന്ന് ട്രൈ ചെയ്ത അഭിനവ്. നത്തിങ്. നത്തിങ്. നത്തിങ് അല്ല, നത്തിങ്. നത്തിങ്. താ കഴിഞ്ഞിട്ടൊരു സാ പറഞ്ഞു വയ്ക്കുക. നത്തിങ്. നത്തിങ്. ഒന്ന് പറഞ്ഞു വയ്ക്കേ അജയ്. നത്തിങ്. നത്തിങ്. വെരി ഗുഡ്. ഓക്കെ, നത്തിങ്. ഒന്നൊരു പറഞ്ഞു വയ്ക്കേ. നത്തിങ്. അപ്പോൾ ഇവിടെ എനിത്തിങ് എൽസ് യു നീഡ്? എനിത്തിങ് എൽസ് യു നീഡ് ശരിക്കും പറയുമ്പോൾ എനി എന്നൊന്നും പ്രത്യേകം ഉണ്ടാവില്ല. ആൻഡ് ഓക്കെ, എനിത്തിങ് എൽസ് യു നീഡ് എന്നേക്കും? എനിത്തിങ് എൽസ് യു നീഡ്. യാ, എനിത്തിങ് എൽസ് യു നീഡ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ അന്നേരം ഇങ്ങനെ ചിന്തിക്കുക, നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങിയെങ്കിലും നേരത്തെ പറഞ്ഞ കായോ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ, കാരണം അതിനെപ്പറ്റി ചോദിച്ചില്ലല്ലോ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഡിഡ് യു ഗെറ്റ് അസഫെറ്റീഡ, ഫെനൽ സീഡ് ആൻഡ് ഫെനുഗ്രീക്ക്? ഡിഡ് യു ഗെറ്റ്? ഈ ഡിഡ് യു ശരിക്കും പറയുമ്പോൾ ഡിഡ് യു എന്നാവും. നമുക്ക് ഡിഡിനെ പറ്റി ഒരു സെഷൻ എടുക്കാനുണ്ട് കേട്ടോ. ഞാനത് ഇതൊരു കോൺവെർസേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പോകാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം പിന്നീട്. ഇപ്പോൾ നമുക്കിങ്ങനെ പോകാം. ഡിഡ് യു എന്നായി പോകണ്ട, ഡിഡ് യു. ഡാ കഴിഞ്ഞിട്ട് ജാ പറഞ്ഞു നോക്കിയേ. ഡിഡ് യു. ഡിഡ് യു ഗെറ്റ് അസഫെറ്റീഡ പറഞ്ഞു നോക്കിയേ അഭിനവ്. Did you get asafoetida? Yeah. Did you get asafoetida, fennel seed and fenugreek? Did you get asafoetida, fennel seed and fenugreek? ഈ സാധനമൊക്കെ നിങ്ങൾ എടുത്തു വെച്ചോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. എങ്ങനെയാ അജയ് ചോദിക്കുക? Did you get asafoetida, fennel seed and fenugreek? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ്, യാ ഓൾറെഡി ആഡഡ്. നേരത്തെ തന്നെ ഞാനത് വെച്ചിട്ടുണ്ട്. ആർ യു ഗോയിങ് ടു മേക്ക് പിക്കിൾ? ആണോ? ഈ കായം അതുപോലെ ഉലുവ ഇതൊക്കെ എവിടെയാണ് ചേർക്കുന്നത്? പലപ്പോഴും അച്ചാറിടാനാണല്ലോ. അതുകൊണ്ടാണ് അയാൾ ചോദിക്കുന്നത്, ആർ യു ഗോയിങ് ടു മേക്ക് പിക്കിൾ? യാ ഐ ഓൾറെഡി ആഡഡ്. ആർ യു ഗോയിങ് ടു മേക്ക് പിക്കിൾ? നിങ്ങൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണോ എന്നിരിക്കുന്നത്? ഓ, അച്ചാർ ഉണ്ടാക്കാൻ പോവാണോ? കാരണം ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അയാൾക്കൊരു ഇത് തോന്നിയിട്ടുണ്ടാണ്. അങ്ങനെയാണല്ലോ, സ്ഥിരമായിട്ട് പരിചയമുള്ള ഷോപ്പ് കീപ്പേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർ എന്നാൽ സെയിൽസ്മാൻ ആകാം, ആരും അവർ നമ്മളോട് പറയാം അങ്ങനെയാണല്ലോ, എന്താണ് അച്ചാറൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണല്ലോ എന്നൊക്കെ ചോദിക്കില്ലേ? ആ പരിചയം ഉണ്ടെങ്കിൽ നമ്മളോട് അങ്ങനെയൊക്കെ ചോദിക്കും. ചില സെയിൽസ്മാൻമാർ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, സെയിൽസ് എപ്പോഴും ഇമോഷണലാണെന്ന് പറയാം. ഓക്കെ, നമ്മുടെ വിഷയം സെയിൽസ് അല്ലാത്തതുകൊണ്ട് കം ബാക്ക് അഗെയിൻ. റൈറ്റ്. സോ അപ്പോൾ ഡിഡ് യു ഗെറ്റ് അസഫെറ്റീഡ, ഫെനൽ സീഡ് ആൻഡ് ഫെനുഗ്രീക്ക്? അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ്, യെസ് ഓൾറെഡി ആഡഡ്. ആർ യു ഗോയിങ് ടു മേക്ക് പിക്കിൾ? അപ്പോൾ കസ്റ്റമർ പറയാണ്, എനിക്ക് കുറച്ച് നമ്മുടെ ഈ ഇലിമ്പിപ്പുളി ഇല്ലേ, ഇലിമ്പിപ്പുളി എന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ നിറയെ ഉണ്ടാകുന്ന, ഞാൻ ആ ഇമേജ് ഇട്ടേക്കാം ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഇലിമ്പിപ്പുളിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാനറിയോ അഭിരാം? ഇല്ല സാർ. അജയ്ക്ക് അറിയോ? ഇല്ല സാർ. ഇലിമ്പിപ്പുളി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പച്ച കളറിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നേ. മനസ്സിലായി. ശരിക്കും അത് നമ്മുടെ ഭാഗ്യത്തിന് അതിന് ഇംഗ്ലീഷിലും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ബിലിംബി. ബിലിംബി ബായാണ് ബിലിംബി. എന്ത് പറയും? ബിലിംബി. ബിലിംബി. അപ്പോൾ ഇലിമ്പി പുളി എന്നുള്ള ബിലിംബി പുളിയാണ്. റൈറ്റ്. ഓക്കെ, ഇരുമ്പൻ പുളി എന്നും ചില സ്ഥലത്ത് പറയാറുണ്ട്. പക്ഷേ ഇരുമ്പൻ പുളി വേറെ ഒരു സാധനമുണ്ട്, ഒരു സ്റ്റാർ ഫ്രൂട്ട് എന്ന് തന്നെ പറയാം.
അതിന് വേറെ രീതിയിൽ പറയാറുണ്ട്. പിന്നെ ഇതിന് തന്നെ മറ്റു പല സ്ഥലത്തും പല പേരുകളാണ് പറയുന്നത്. അത് പല സാധനങ്ങൾക്കും പല പേരുകളാണ് പറയുക. ഓക്കെ, കുഴപ്പമില്ല. അത് ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാൻ ചില ട്രിക്കുകൾ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മത്തി, അയല എന്നൊക്കെ നമ്മൾ മത്സ്യങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ പല സ്ഥലത്തും പല പേരുകളാണ് പറയുക. ഇപ്പോൾ ചാള എന്ന് പറയുന്നത് നമ്മൾ മലബാറിലേക്ക് വരുമ്പോൾ മത്തി എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകൾ പറയാറുണ്ട്. ഇതിനെന്താ ഈ ചാള അല്ലെങ്കിൽ മത്തി ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? ഇല്ല സാർ. അപ്പം അജയ്ക്ക് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല സാർ. ഓക്കെ, എന്നാൽ ഇപ്പോൾ കേട്ടോളൂ. മത്തിക്ക് പറയുന്ന പേര് അല്ലെങ്കിൽ ചാളയ്ക്ക് പറയുന്ന പേര് സാരഡിൻ എന്നാണ്. സാരഡിൻ എന്താണ് പറയാ? സാലഡിൻ. സാരാഡിൻ. സാരഡിൻ. സാലഡിൻ. ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാണട്ടെ. ഞാൻ പറയുന്ന സംഭവം നിങ്ങൾ മനസ്സിൽ കാണണേ, കേട്ടാൽ പോരാ, കാണണം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സാരി നിറയെ ഇങ്ങനെ ചാള അല്ലെങ്കിൽ മത്തി ഇങ്ങനെ നിറച്ച് വെക്കുകയാണ്. ഒരു സാരി നിറയെ, എന്നിട്ട് ഇങ്ങനെ ആ സാരി ഇങ്ങനെ ടൈറ്റാക്കി കെട്ടിയിട്ട് ഒരു ടിന്നിൽ വെച്ചിട്ട് അടയ്ക്കുകയാണ്. മത്തി എന്തിലുള്ളത്? സാരിക്കുള്ളിൽ. എവിടെയുള്ളത്? സാരി എവിടെയുള്ളത്? ടിന്നിനുള്ളിൽ. അപ്പോൾ സാരി ടിന്ന് ഓർത്തിരിക്കുക. സാരഡിൻ. സാരഡിൻ. മത്തി ഇപ്പോൾ സാരിക്കുള്ളിലാണ്. സാരി എവിടെയുള്ളത്? അപ്പോൾ സാരഡിൻ. എന്ത് പറയും? സാരഡിൻ. സാരഡിൻ എന്ന് പറഞ്ഞാൽ മത്തിയാണ്. ഇനി അയല. അയലയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയാമെന്ന്? അയല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ദേശീയ മത്സ്യങ്ങളിലൊന്നാണ് അയല എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാണുന്ന അയലയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. കിങ് മാക്രിൽ എന്നാണ് പറയുക. എന്താണ് പറയുക? മാക്രിൽ. ഓർത്തിരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഈ മാക്രിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് നിങ്ങൾ പരിചയമുള്ളത് ഓർമ്മ വരുന്നുണ്ടോ? മാക്രി. കറക്റ്റ്, മാക്രി. വാൽമാക്രി എന്നൊക്കെ പറയില്ലേ തവളേൻ്റെ ചെറിയ ഇതിന്? മാക്രി എന്ന് പറയില്ലേ? മാക്രി. മാക്രി എന്ന് പറയാറില്ല, കേട്ടിട്ടില്ലേ അജയ്? ആ, ഈ മാക്രീനെ എപ്പോഴും തിന്നുന്ന അയലയാണെന്ന് നിങ്ങൾ ഓർക്കുക. അയലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ത് തന്നെയാണ്? മാക്രീനാണ്. ഈ തവളേൻ്റെ കുഞ്ഞുങ്ങളായിട്ടുള്ള മാക്രീനാണ് അയലേക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അപ്പോൾ മാക്രീൻ്റെ കൂടെ ഒരു ഇല്ലും കൂടി ചേർന്നാൽ മതി. മാക്രിൽ എന്ന് പറഞ്ഞാൽ അയലാണ്. മാക്രിൽ എന്താ പറയുക? മാക്രിൽ. അപ്പോൾ കിങ് മാക്രിൽ ആണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം എന്നൊക്കെയാണ് പറയുന്നത്. കിങ് മാക്രൽ. ഓക്കെ, എനിവേ മാക്രൽ എന്ന് പറയുന്നത് അയലയാണ്. അങ്ങനെയാണ് മത്തിക്ക് എന്താ പറയുക? സാരഡിൻ. സാരി ടിന്നിനുള്ളിലാണ് സാരഡിൻ. ഓക്കെ, മറന്നു അജയ്? ഇല്ല. അങ്ങനെയാണ് അയലയ്ക്ക് എന്താ പറയുക? മാക്രൽ. വെരി ഗുഡ്. ഇങ്ങനെ കുറേ ഫിഷസ് ഉണ്ട്. നമുക്ക് ഓരോന്നിനും 1 by 1 ആയിട്ട് നമുക്കിങ്ങനെ പഠിച്ചു പോവാം. ചിലതൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ബ്ലാക്ക് സ്പോട്ട്, കരിമീൻ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, സിൽവർ സ്പോട്ട് ഉണ്ട്, ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. ഓക്കെ, പൂമീന് മിൽക്ക് ഫിഷ് എന്നാണ് പറയുക. മിൽക്ക് ഫിഷ്. ഓക്കെ, പൂമീൻ എന്ന് കേട്ടിട്ടില്ലേ? അതിന് മിൽക്ക് ഫിഷ് എന്നാണ് പറയുക. ഓക്കെ, യെസ്. എന്തായാലും പോട്ടെ. ഇനി നമുക്ക് അപ്പോൾ ഇയാൾക്ക് ഇനി വേറെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഷോപ്പ് കീപ്പർ വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കസ്റ്റമർ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഇലിമ്പിപ്പുളി കിട്ടിയെന്ന് പറയല്ലേ. അപ്പോൾ എങ്ങനെ പറയും? യെസ് ഐ ഗോട്ട് സം ബിലിംബി. എങ്ങനെ പറയും? ബിലിംബി. യെസ് ഐ ഗോട്ട് സം ബിലിംബി എന്ന് പറയും. വെരി ഗുഡ്. അപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, അപ്പോൾ അദ്ദേഹം ഇത് അച്ചാറിടാനൊക്കെ പോകണല്ലോ, അപ്പോൾ എണ്ണയൊക്കെ ആവശ്യമായിട്ട് വരാമല്ലോ, അപ്പോൾ കുറച്ച് നല്ലെണ്ണ എടുക്കട്ടെ, അല്ലെങ്കിൽ നല്ലെണ്ണ വേണോ എന്നൊക്കെ ചോദിക്കുക കുക്കിങ്ങിന് വേണ്ടി. അപ്പോൾ ഈ നല്ലെണ്ണയ്ക്ക് എന്താ പറയുക? നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ നല്ല എണ്ണ ആയതുകൊണ്ടല്ല, നമ്മുടെ എള്ളെണ്ണയ്ക്കാണ് നല്ലെണ്ണ എന്ന് പറയുക. എള്ളെണ്ണ അല്ലേ? എള്ളെണ്ണയാണ് നമ്മൾ പിക്കിളൊക്കെ ഇടുന്ന സമയത്ത് കേട് ആകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ കോക്കനട്ട് ഓയിലല്ല. കോക്കനട്ട് ഓയിൽ പെട്ടെന്ന് കേടായിപ്പോൾ. അപ്പോൾ ഇവിടെ ഈ എള്ളെണ്ണയ്ക്ക് എന്താ പറയാന്നറിയോ? ഇല്ല സാർ. എള്ളെണ്ണയ്ക്ക് 2 പേര് ഉപയോഗിക്കാം. ഒന്ന് ജിഞ്ചല്ലി. ജിഞ്ചറല്ല, ജിഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിയായി മാറി. ജിഞ്ചർ ഓയിലല്ല, ജിഞ്ചല്ലി ഓയിൽ. ജിഞ്ചല്ലി എന്ന് പറഞ്ഞു നോക്കേ അജയ്. ജിഞ്ചല്ലി ഓയിൽ എന്ന് പറയാം. സെസമി എന്ന് പറയാം. സെസമി സെസമി എന്ന് പറയാം. ജിഞ്ചല്ലി എന്ന് പറയാം. അപ്പോൾ നമുക്ക് തൽക്കാലം ജിഞ്ചല്ലി എടുക്കാം. അപ്പോൾ ജിഞ്ചല്ലി ഓയിൽ എന്നാണ് പറയാം. എന്താ പറയാ? ജിഞ്ചല്ലി ഓയിൽ. അപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, ജിഞ്ചല്ലി ഓയിൽ ഓർ എനിത്തിങ് എൽസ് ഫോർ കുക്കിംഗ്? ജിഞ്ചല്ലി ഓയിൽ ഓർ എനിത്തിങ് എൽസ് ഫോർ കുക്കിംഗ്? ഓക്കെ, അപ്പോൾ ജിഞ്ചല്ലി ഓയിലോ അങ്ങനെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് ഇതൊന്ന് കുക്കിങ്ങിന്, അതായത് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുക? ജിഞ്ചല്ലി ഓയിൽ ഓർ എനിത്തിങ് എൽസ് ഫോർ കുക്കിംഗ്? അഭിനവ് പറഞ്ഞു നോക്കൂ. ജിഞ്ചല്ലി ഓയിൽ ഓർ എനിത്തിങ് എൽസ് for cooking? Yeah, really good. Okay. അപ്പോൾ അയാൾ അപ്പോഴാണ് ഓർമ്മ വന്നത് ഇത് സാധനം വാങ്ങിച്ചില്ലോ എന്ന്. അപ്പോൾ അയാൾ പറയുന്നത് യെസ് എ ബോട്ടിൽ ഓഫ് ജിഞ്ചലി ഓയിൽ, താങ്ക്സ്. ആ താങ്ക്സ് പറയുന്നത് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. എന്താ പറയുന്ന കസ്റ്റമർ? യെസ് എ ബോട്ടിൽ ഓഫ് ജിഞ്ചലി ഓയിൽ, താങ്ക്സ് എന്ന് പറഞ്ഞു നോക്ക്.
Yes, a bottle of gingerly oil. Thanks. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, പിന്നെ അപ്പോൾ അച്ചാറും കാര്യങ്ങളൊക്കെ ഇടാണല്ലോ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്പൈസസോ ഹെർബോ. ഹെർബ്സ് എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മുടെ എന്താ പറയുക, ഈ ഔഷധങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പല സാധനങ്ങൾ, ഇപ്പോൾ തുളസി, അതുപോലെ തന്നെ നമ്മുടെ ജാതിക്ക, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഔഷധങ്ങൾ കൂടിയാണല്ലോ, മരുന്നാണ് കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അതിന് നമ്മൾ ഹെർബ് എന്ന് പറയാം, HERB, ഹെർബ്സ് എന്ന് പറയും. അപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, സ്പൈസസ് ഓർ ഹെർബ്സ് നീഡഡ്? സ്പൈസസ് ഓർ ഹെർബ്സ് എന്തെങ്കിലും വേണോ? പലപ്പോഴും പിക്കിളിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, സ്പൈസസ് ഓർ ഹെർബ്സ് നീഡഡ്? സ്പൈസസ് ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാർഡമം, അതുപോലെ തന്നെ പെപ്പർ, ഇതൊക്കെ സ്പൈസസ് ആണ്. എന്നാൽ ഹെർബ്സ് എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഔഷധ മൂല്യങ്ങളുണ്ട് എന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തുളസി, അതുപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജാതിക്ക, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റമർ എന്തൊക്കെ വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ പറയുകയാണ്, എനിക്ക് കുറച്ച് ജാതിക്ക വേണം, അതുപോലെ ജാതിപത്രി വേണം, കുറച്ച് തുളസി വേണം, അത് തന്നെയാണ് പറയണമെന്ന് പറയാം. അപ്പോൾ അതും നമുക്കൊന്ന് ക്ലിയർ ആവാം. ഈ ജാതിക്കയ്ക്ക് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല സാർ. ഞാനിതൊരു ക്ലാസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ജാതിക്ക തോട്ടം എന്നുള്ള പാട്ടാണ് അവർ കേട്ടില്ല. ജാതിക്ക തോട്ടത്തിനുള്ള പാട്ടത്തിൽ ആ പാട്ടിൽ ജാതിക്ക എന്നുള്ളതിന് എന്താ പറയാന്ന് അറിയോ അജയ്? അറിയില്ല സാർ. ജാതിപത്രി എന്ന് പറഞ്ഞാൽ മനസ്സിലായി? ആ ജാതിക്കയുടെ മുകളിലുള്ള ചുവന്ന കളറുള്ള സംഭവം, കുരുവിന്റെ മുകളിലുള്ള പൊളിച്ചിങ്ങനെ എടുക്കുന്നത്, അങ്ങനല്ല, ചുവന്ന കളർ, അതാണ് ജാതിപത്രി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജാതിക്കയ്ക്ക് പറയുന്നത് നട്ട് മെഗ് എന്നാണ്. നട്ട് മെഗ്, മഗ് എന്നുള്ളത് മെഗ് ആക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണാൻ കുറച്ച് നട്ട്, ഈ ജാതിക്കേൻ്റെ നട്ട് എടുത്തിട്ട് ഒരു മഗ്ഗിനുള്ളിൽ ഇട്ടായിട്ട് നിങ്ങൾ കാണാം. ജാതിക്ക എന്ന് പറഞ്ഞ കുരുവാണല്ലോ, ആ ജാതിക്കേൻ്റെ കുരു എടുത്ത് ഒരു മഗ്ഗിനുള്ളിൽ, മഗ്ഗില്ലേ കപ്പ്, മഗ്ഗിനുള്ളിലേക്ക് ഇട്ടതായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ കാണാം. അപ്പോൾ നട്ട് മെഗ്, മഗ്ഗല്ല മെഗ്ഗാണ്, നട്ട് മെഗ്. എന്ത് പറയും? നട്ട്മെഗ് ആണ് ജാതിക്ക. ഇനി ആ ജാതി പത്രിക മാത്രമായിട്ട് പറയുകയാണെങ്കിൽ മെയ്സ് എന്ന് പറയും, MACE, മെയ്സ്. എന്താ പറയാ? മെയ്സ്. അപ്പോൾ നട്ട്മെഗ്, മെയ്സ് എന്നൊക്കെ ഒരുമിച്ച് കാണാറുണ്ട്. പക്ഷെ മെയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായിക്കോണം, ജാതി പത്രികയാണ് മെയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നട്ട്മെഗ് മെയ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നട്ട്മെഗ് മെയ്സും രണ്ടുമായിട്ടും പറയാം. ഇനി കുറച്ച് തുളസി വേണം. തുളസി വേണമെന്ന് പറയാൻ എന്താ പറയുക? തുളസിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? തുളസി പറയുന്നവർക്ക് പ്രത്യേക സമ്മാനം തന്നെ ഉണ്ട് കേട്ടോ. പറയോ തുളസിയാണോ അജയ്? തുളസി നമ്മൾ ഓർമ്മയുണ്ടോ ഒരു സിനിമയിൽ പറയുന്നത്? അപ്പോൾ തുളസിയാണ്. ഓക്കെ, തുളസിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചോട്ടോ, കേട്ടോളൂ. നിങ്ങളൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് കേട്ടോ, മനസ്സിൽ കാണണേ. എവിടെയാ അജയ് പോകുന്നത്? ബസ്സിൽ. വേറെ എങ്ങോട്ടും പോകുന്നുണ്ടോ? ഇല്ല. ഉണ്ടല്ലോ, എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഒരു ബസ്സിൽ നിറയെ തുളസി ചെടികൾ ഇങ്ങനെ അടുക്കി വെച്ചാണ്. തുളസി ചെടികൾ എവിടെയല്ലേ? ബസ്സിൽ. ഓർത്തിരിക്കാൻ എളുപ്പവഴിയാണ്. തുളസിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ബേസിൽ എന്നാണ്, ബേസിൽ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർക്കുക, തുളസി ചെടികൾ എവിടെ അടുക്കി വെച്ചാൽ പിന്നെ ബസ്സിൽ. അപ്പോൾ ബസ്സിൽ. അപ്പോൾ ബസ്സിലായപ്പോണ്ട ബേന്നൊക്കെ, ബേസിൽ. അപ്പോൾ ബേസിലാണ് ആക്ടർ ബേസിലിനെ ഓർത്താലും മതി. ആക്ടറായിട്ടുള്ള ബേസിൽ, നമ്മുടെ മിന്നൽ മുരളീൻ്റെയൊക്കെ സംവിധായകനും നടനുമായിട്ടുള്ള ബേസിലുണ്ടല്ലോ. അപ്പോൾ ബേസിൽ ജോസഫ് അല്ലേ? അതെ. അപ്പോൾ ബേസിൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ടോളൂ, ബേസിൽ കുറേ തുളസിയുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബേസിൽ. ഓക്കെ, നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്ന ആ കാര്യങ്ങളെ കണക്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ രസകരമായി ഓർത്തിരിക്കുമ്പോൾ ബ്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. ആ കാര്യം പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഒരിക്കലും മറന്നു പോകില്ല, ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മളിങ്ങനെ വളരെ സ്ട്രെസ്സായിട്ട് ഇങ്ങനെ കാണാതെ പഠിക്കുകയാണ്, ഭൂമി ഒരു ഗോളമാകുന്നു, ഭൂമി ഒരു ലോഹയാകുന്നു, ഇങ്ങനെ മാറി പോവുള്ളൂ. കാണാതെ പഠിത്തം വേണ്ട, രസകരമായ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ. അപ്പോൾ തുളസിക്ക് എന്ത് പറയുക ചെയ്യും? ബേസിൽ. വെരി ഗുഡ്. ഓക്കെ, ബസ്സിൽ നിന്നായി പോകേണ്ട, ബേസിൽ. ഓക്കെ, അപ്പോൾ ബേസിലാണുള്ളത്. അപ്പോൾ ജാതിക്ക് എന്താ പറയുക അഭിനവ്? നട്ട്മെഗ്. ആ ജാതി പത്രിയില്ലേ, അതിന്റെ മുകളിലുള്ള അതിനെന്താ പറയാ ജയ്? ജാതി പത്രി, മെയ്സ്. വെരി ഗുഡ്, മെയ്സ്. ഓക്കെ, നട്ട്മെഗ്, മെയ്സ്, ബേസിൽ. ഞാൻ കുറേ ഇത് വാക്കുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് നിങ്ങളിങ്ങനെ കേട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ വിചാരിക്കണ്ടോ, അയ്യോ ഇതിപ്പോൾ എന്ത് ചെയ്യും, എല്ലാം കൂടെ വാരി വലിച്ചിങ്ങനെ തന്നാൽ എങ്ങനെ പഠിക്കുന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 3 തവണ ഈ വീഡിയോ കണ്ടോ? 3 times you have to repeat that. You should repeat 3 times at least.
3 തവണയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ, കാണണമെന്ന് പോലും ഞാൻ പറയില്ല, കേട്ടാൽ നിങ്ങളറിയാതെ ഈ വാക്കുകൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് വരും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ വീണ്ടും ഒരു 2 തവണ കേൾക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ പെർമനൻറ്റ് ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്നും പെർമനൻറ്റ് മെമ്മറിയിലേക്ക്, ലോങ് ടൈം മെമ്മറിയിലേക്ക് സാവധാനം പോകണമെങ്കിൽ നമ്മൾ ഇന്നൊരു കാര്യം പഠിച്ചു, ഏതാനും മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു ദിവസം കഴിയുമ്പം ഒരു പകുതിയോളം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പഠിക്കാൻ പറ്റും. റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കുത്തിയിരുന്ന കുറച്ച് പഠിച്ചേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ഓൺ ചെയ്യുക, നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്യുക, നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. 1-2 തവണ വേണമെങ്കിൽ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് കാണുക. കാരണം അതിൻ്റെ വാക്കുകൾ എന്താണ്. ഇപ്പം ഞാൻ മെയ്സ് എന്ന് പറഞ്ഞു, ഇതിൻ്റെ സ്പെല്ലിംഗ് എന്താ, നട്ട്മഗ്, എന്ത് നട്ട്മഗ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സ്പെല്ലിങ്ങും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതി കാണിക്കുന്നത്. ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ആ സ്പെല്ലിംഗ് കൂടി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. യെസ്, ഇനിയപ്പോൾ ഇതാണ് കസ്റ്റമർ പറയുന്നത്, ജസ്റ്റ് സം നട്ട്മെഗ്, മെയ്സ് ആൻഡ് സം ബേസിൽ. ഓക്കെ, അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ്, ഓ ദാറ്റ്സ് എ ഗ്രേറ്റ് ചോയ്സ്, എനിത്തിങ് മോർ. കൊള്ളാം, അത് നല്ലൊരു സംഭവമാണ്, ഇത്രയും സാധനങ്ങൾ എന്തായാലും ഇതിന് ആവശ്യമായിട്ട് വരും. ദാറ്റ്സ് എ ഗ്രേറ്റ് ചോയ്സ്, എനിത്തിങ് മോർ, കൂടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണോ, എനിത്തിങ് മോർ, കൂടുതലായിട്ട് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കൊള്ളാം, അത് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഡ്രസ്സ് നല്ല എടുത്ത് പിന്നെ എന്താ ഗ്രേറ്റ് ചോയ്സ് എന്നൊക്കെ പറയുന്നത്. ഇത് ഇംഗ്ലീഷിൻ്റെ ഒരു ശൈലിയാണ്, ഒരു രീതിയാണ്. ഇങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പല കാര്യങ്ങളും എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് ഒരു സാധനം എടുക്കാൻ പറയുമ്പോൾ നമ്മൾ പറയും, ആ സാധനം ഒന്ന് എടുത്തേ എന്ന് പറയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷുകാർ അങ്ങനെ പറയില്ല. പ്ലീസ്, പ്ലീസ് എന്നുള്ളൊരു സംഭവം അവിടെ ഉപയോഗിക്കും. നമ്മൾ മലയാളത്തിൽ പോയിട്ട് ഒരാളോട് ദയവായി നിങ്ങൾ എൻ്റെ വാച്ച് അവിടെ നിന്നും ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്കതൊരു ഓക്വേർഡ് എടുത്ത് തോന്നും, നമുക്കത് തോന്നും അയ്യേ ബോറാണല്ലോ ഇവൻ പറയുന്നതെന്ന് തോന്നും. പക്ഷേ മലയാളത്തിൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ആ വാച്ച് ഒന്ന് എടുക്കുമോ, എടാ നമ്മുടെ ടോണും പറയുന്ന രീതി കൊണ്ടും അത് നമ്മൾ എന്താക്കി അതിനെ മാറ്റിണ്ടാ ചെയ്യും അല്ലേ, നമ്മൾ പറയുന്ന ടോണിൻ്റെ രീതി കൊണ്ട് അത് മാറി അല്ലേ, ആ വാച്ച് ഒന്ന് എടുക്കാവോ എന്ന് ചോദിക്കുക. അതാണ് നമ്മൾ ഏത് വാക്കുകൾ എവിടെ ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയാം. ശരിക്കും വാക്കുകളുടെ അർത്ഥമല്ല, വാക്ക് എവിടെ ഉപയോഗിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ ഒരു കുട്ടിക്ക് അല്ലെ ഒരു നമ്മൾ കള്ളൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓർമ്മ വരിക? പിന്നെ കള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഇതാണ് ഓർമ്മ വരിക. ഒരു കള്ളൻ എന്ന് പേര് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി ഒരു കള്ളൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഭീകരമായ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഓർമ്മ വരിക അല്ലേ? അജയ്ക്ക് എന്താ ഓർമ്മ വരിക? ഓക്കെ, അങ്ങനെയല്ലേ? അതെ. അപ്പൊ അത് തന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, കള്ളൻ. ഇനിയിപ്പോൾ ഈ കള്ളൻ എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണ് കള്ളൻ എന്ന് വിളിച്ചാൽ നമുക്ക് അവിടെ അതേ അർത്ഥമാണോ ഉപയോഗിച്ചത്? ആദ്യത്തെ കള്ളൻ എന്നുള്ള അർത്ഥമാണോ? ആദ്യത്തെ കള്ളൻ എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഓടി വന്ന് അടിക്കാനൊക്കെ ഓടി തുടങ്ങുമായിരിക്കും. രണ്ടാമത് ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണ് കള്ളൻ എന്ന് പറയുമ്പോൾ വാക്ക് മാറി എവിടെ? ഇല്ല, അവിടെ അന്നേരം മീനിങ് മാറി അല്ലേ? കള്ളൻ ഉദ്ദേശിച്ച ആദ്യത്തെ രീതിയിലല്ല കള്ളൻ എന്ന് വിളിച്ചത്. ഇനി ഒരു അമ്മ കുട്ടീനെ വിളിക്കുകയാണ് കള്ളൻ, കൊച്ചു കള്ളൻ എന്നൊക്കെ പറയുമ്പോൾ ആ വീണ്ടും അർത്ഥം മാറി അല്ലേ? കുറച്ചുകൂടെ. അപ്പോൾ വാക്കിനല്ല അർത്ഥം, വാക്ക് എവിടെ ഉപയോഗിക്കുന്നു എന്നതിനാണ് അർത്ഥം. മനസ്സിലായല്ലോ? അതാ ഞാൻ പറഞ്ഞത്. വാക്കിന് മാത്രം നിങ്ങൾ ഗ്രേറ്റ് ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ ഓ ഇതെന്താ ഗ്രേറ്റ് ചോയ്സ് എന്നിവിടെ പറഞ്ഞതെന്ന് ചിന്തിക്കരുത്. ആ വാക്ക് എവിടെ ഉപയോഗിക്കുന്നു എന്നതിലാണ് അതിനർത്ഥം. ഓക്കെ, അത് മനസ്സിലാകാൻ വേണ്ടിയായിട്ട് ഞാൻ പറഞ്ഞത്, വലിച്ചു നീട്ടിക്കൊണ്ട് പോയതല്ല. പല ആളുകൾക്കൊരു ഡൗട്ടാണ് ഈ വാക്ക് ഇവിടെ വരാൻ കാരണം എന്താ, ഇവിടെ വരേണ്ടതല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ് ഗ്രേറ്റ് ചോയ്സ്, എനിത്തിങ് മോർ, വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഒരു ഐഡിയ പറഞ്ഞു പോയതിന് ശേഷം പ്രാക്ടീസിൻ്റെ സംഭവം ഞാൻ തരാം കേട്ടോ. അപ്പോൾ വീണ്ടും കസ്റ്റമർ പറയാണ്, കസ്റ്റമറിന് ആ സമയത്ത് ചോദിക്കുകയാണ്, എനിക്ക് കസ്റ്റമർ ചോദിച്ച ചോദ്യം ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറയാം കേട്ടോ. എന്താ നിങ്ങൾ ആൻസർ പറയണേ, എന്താ അദ്ദേഹം ഉദ്ദേശം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെർ ക്യാൻ ഐ ഗെറ്റ് ലവ്സ് മെഡിസിൻ, ഇറ്റ്സ് ഫോർ മൈ ഡോട്ടർ. കേട്ടോ അജയ്, അഭിനവ്, ഇവിടെ പറയാം, വെർ ക്യാൻ ഐ ഗെറ്റ് ലവ്സ് മെഡിസിൻ, ഇറ്റ്സ് ഫോർ മൈ ഡോട്ടർ. ലവ്സ് മെഡിസിൻ, വെർ ക്യാൻ ഐ ഗെറ്റ് ലവ്സ് മെഡിസിൻ. എനിക്ക് ലവ്സ് മെഡിസിൻ എവിടെയാണ് കിട്ടുക? ഇറ്റ്സ് ഫോർ മൈ ഡോട്ടർ. ഇതെൻ്റെ ഡോട്ടറിന് വേണ്ടി. ഡോട്ടർ ആരാണ്? എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ലവ്സ് മെഡിസിൻ. അപ്പോൾ നിങ്ങൾ കാണിക്കുക, ലവ്സ് മെഡിസിൻ പ്രണയിക്കാനുള്ള മരുന്നാണോ പ്രണയത്തിനുള്ള മരുന്നാണോ? ഇതെവിടെയാണ് കിട്ടുക? ഇതാണോ ഉദ്ദേശിച്ചത് ലവ്സ് മെഡിസിൻ? എന്താകാൻ സാധ്യതയുണ്ടെന്നറിയോ? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? വെർ ക്യാൻ ഐ ഗെറ്റ് ലവ്സ് മെഡിസിൻ, ഇറ്റ്സ് ഫോർ മൈ ഡോട്ടർ. എന്തെങ്കിലും ഐഡിയ കിട്ടുമോ? അപ്പോൾ ഡോക്ടറിന് വേണ്ടിയുള്ള സംഭവമാണ്. ഷുഗറിന്റെ. അപ്പോൾ ഡോക്ടർ മകൾക്ക് ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
സാധ്യതയില്ല. അച്ഛനാ പോയി മരുന്ന് വാങ്ങുന്നത്. അച്ഛന് ചിലപ്പോൾ ഷുഗർ ഉണ്ടാവും, മകൾക്ക് ചിലപ്പോൾ ചെറുതായിരിക്കില്ലേ. പനി, കഫക്കെട്ട് അങ്ങനെ എന്തെങ്കിലും? അല്ല, ചോക്ലേറ്റ് ആണ്. പ്രത്യേകിച്ച് ഡോക്ടർ പറയാൻ കാരണമുണ്ട്. പേനില്ലേ, തലയിലെ പേന്, തലയിലെ പേന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണെന്ന് അറിയാം, അതാണ് ലൗസ്. സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ട് കേട്ടോ. LOUSE ലൗസ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓർത്താൽ മതി. ലൗസ് പ്രണയിക്കുന്നവർക്ക് പേനുണ്ടാവും ഓർത്താൽ മതി. അല്ലെങ്കിൽ പേനുകളോടാണ് ചില ആൾക്കാർക്ക് പ്രണയം, അവരുടെ തലയിൽ നിറയെ പേനുണ്ടാവും. രസകരമായി ചിന്തിച്ചാൽ മതി കേട്ടോ എന്തായാലും. ഓക്കെ, അപ്പോൾ ലൗസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ലൈസ് ആണ്. അപ്പോൾ ലൈസ് മെഡിസിൻസ് ആണ് ശരിക്കും വേണ്ടത്. ലൈസ് മെഡിസിൻ, LICE ലൈസ്. ഓക്കെ, ലൈസ് മെഡിസിൻ, ലൈസ്. ഓക്കെ, അപ്പോൾ വെർ ക്യാൻ ഐ ഗെറ്റ് ലൈസ് മെഡിസിൻ അല്ലെങ്കിൽ ലൗസ് മെഡിസിൻ എന്നാണ് ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത് അജയ്? മനസ്സിലായി സർ. എന്താണ് സംഭവം? ഹലോ, ഇപ്പൊ എന്താണ് ഉദ്ദേശിച്ചത്? പേനിന്റെ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ കസ്റ്റമർ ചോദിക്കുകയാണ് വെർ ക്യാൻ ഐ ഗെറ്റ് ലൗസ് മെഡിസിൻ, ഇറ്റ്സ് ഫോർ മൈ ഡോട്ടർ. എവിടെയാണ് എനിക്ക് ഈ പെയിനൊക്കെയുള്ള അതിനെതിരായിട്ടുള്ള മെഡിസിൻ എവിടെയാണ് കിട്ടുക? അപ്പോൾ അതെവിടെയാണ് കിട്ടുക? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം ഷോപ്പ് കീപ്പർ പറയാണ് I think it's better if you go to the medical shop. നിങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നതായിരിക്കും നല്ല. അവിടെ ആയിരിക്കും ഇതിന് പറ്റുക. അല്ലെ, നമ്മൾ പറയില്ല അത് മെഡിക്കൽ ഷോപ്പിലാട്ടോ ഉണ്ടാവുക. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. അത് ആ മെഡിക്കൽ ഷോപ്പിലാട്ടോ ഉണ്ടാവുക എന്ന് പറയുന്ന രീതി ഇതാണ്. I think it's better if you go to the medical shop. എങ്ങനെ പറയും അഭിനവ്? I think it's better if you go to the medical shop. Right. Okay, I think it's better if you go to the medical shop. Okay, ഒന്ന് പറഞ്ഞു നോക്കാം അജയ്. I think it's better if you go to the medical shop. Wow, very good. Okay, right. അപ്പോൾ കസ്റ്റമർ പറയണം ഓക്കെ താങ്ക് യു. സ്വാഭാവികമായിട്ടും നന്ദി പറയുമല്ലോ, നന്ദി പറയണം, നന്ദി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു പറയാണ്. അപ്പോൾ വീണ്ടും ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, അദ്ദേഹം പറയാണ് യുവർ ടോട്ടൽ ഈസ് 725 rupees. ഇതൊക്കെ എന്തിനാണ് നമ്മളിത് പറയുന്നത്? എന്തൊക്കെ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നും. പക്ഷേ നമ്മൾ നിങ്ങൾക്ക് ഇത്ര റേറ്റ് ആയിട്ടോ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വളച്ച് നീട്ടി ഒരുപാടായിട്ട് പറയാം. അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് പറയാം നിങ്ങൾക്ക് മൊത്തം നമ്മൾ പറയാറില്ലേ മൊത്തം 2000 രൂപയായിട്ടോ അല്ലെങ്കിൽ മൊത്തം 120 രൂപയായിട്ടോ എന്ന് നമ്മൾ പറയില്ലേ മൊത്തം 120 ആയിട്ടോ. അത്രയും സിമ്പിളായിട്ട് തന്നെ പറയാം. യുവർ ടോട്ടൽ ഈസ് 725 rupees. അതാണ് ഷോപ്പ് കീപ്പർ പറയുന്നത്. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ് ആദ്യം. അപ്പോൾ വീണ്ടും കസ്റ്റമർ ചോദിക്കുകയാണ് ക്യാൻ ഐ മേക്ക് പേയ്മെൻറ്റ് വിത്ത് ഗൂഗിൾ പേ? നമ്മളെപ്പോഴും എല്ലാവരും ചോദിക്കില്ലേ ഇനിയിപ്പോൾ എന്താ ചോദിക്കുന്നത്? ഗൂഗിൾ പേ ഉണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യട്ടെ എന്ന് ചോദിക്കും. ക്യാൻ ഐ മേക്ക് എ പേയ്മെൻറ്റ് വിത്ത് ഗൂഗിൾ പേ? ഗൂഗിൾ പേയിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യട്ടെ. അതുകൊണ്ട് അവിടെ ഒരു വിത്ത് വന്നുകൊണ്ടോ. ക്യാൻ ഐ മേക്ക് എ പേയ്മെൻറ്റ് വിത്ത് ഗൂഗിൾ പേ? അല്ലെ ടു ഗൂഗിൾ പേ എന്നോ ഫ്രം ഗൂഗിൾ പേ എന്നോ ഒന്നും പറയരുത്, വിത്ത് ആണ് വേണ്ടത്. ഗൂഗിൾ പേ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ ഐ മേക്ക് എ പേയ്മെൻറ്റ് വിത്ത് ഗൂഗിൾ പേ? എങ്ങനെ പറയും അഭിനവ്? Can I make a payment with Google Pay? Yes, can I make a payment with Google Pay? Right? Okay. അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ് sure, here is the QR code. ഇതാ QR കോഡ് ഇതാന്ന് പറയുന്ന ഒരു സാധനമാണ്. Here is ആ സാധനം എടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് പറയും here is ഇതാന്ന് പറയും. ഇതാന്ന് എങ്ങനെ പറയും? Here is എങ്ങനെ പറയും അജയ്? Here is. Okay. അപ്പോൾ ഷോപ്പ് കീപ്പർ പറയാണ് sure, here is the QR code. ഇതാ QR കോഡ് ഇതാന്ന് പറയണം. എങ്ങനെ പറയാം അഭിനവ്? Sure. Here is the QR code. Here is the QR code. അപ്പോൾ കസ്റ്റമർ പറയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഇതിപ്പോൾ എങ്ങനെ ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ ഇനി പറയാം ഞാനിപ്പോൾ ഇത് പേയ്മെൻറ്റ് ഐ പെയ്ഡ് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും ഭംഗിയുള്ള വാക്ക് ഇറ്റ്സ് പ്രോസസ്ഡ്. അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞെന്നാണ് പറയാം. അല്ലെങ്കിൽ ഐ സെൻഡ് ഇറ്റ് എന്ന് സിമ്പിളായിട്ട് പറയാം. അല്ലെങ്കിൽ പറയാം കറക്റ്റായിട്ട് പറയേണ്ട വേർഡ് ഇറ്റ്സ് പ്രോസസ്ഡ്. പ്ലീസ് ചെക്ക് ഇറ്റ് ദാറ്റ്. It's processed. Please check it that. അതൊന്ന് ചെക്ക് ചെയ്തോളൂ. ഞാനത് പ്രോസസ്ഡ് ആയിട്ടുണ്ട്, ഞാൻ പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഐ സെൻഡ് ഇറ്റ്, പ്ലീസ് ചെക്ക് ഇറ്റ് ദാറ്റ്. അല്ലെങ്കിൽ ഇറ്റ്സ് പ്രോസസ്ഡ്, പ്ലീസ് ചെക്ക് ഇറ്റ് ദാറ്റ്. ഇറ്റ്സ് പ്രോസസ്ഡ് പറഞ്ഞു നോക്കൂ അഭിനവ്. It's processed. Please check it that. കറക്റ്റ്. ഒന്ന് പറഞ്ഞു നോക്കൂ അജയ്. It's processed. Please check it that. പ്ലീസ് ചെക്ക് ദാറ്റ്. ഈ ചെക്ക് ഇറ്റ് ദാറ്റ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ചെക്ക് ദാറ്റ് പറഞ്ഞു പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. ഇറ്റ്സ് പ്രോസസ്ഡ്, പ്ലീസ് ചെക്ക് ദാറ്റ്.
ഓക്കെ. അപ്പോൾ ഷോപ്പ് കീപ്പർ വീണ്ടും പറയാണ്, താങ്ക് യു സാർ, ഹിയർ ഈസ് യുവർ റെസിപ്റ്റ്. താങ്ക് യു സാർ, ഹിയർ ഈസ് യുവർ റെസിപ്റ്റ്. ഓക്കെ ഓക്കെ, എന്ത് പറയും? Thank you, sir. Here is your receipt. റെസിപ്റ്റ്. റെസിപ്റ്റ് ആയി പോലെ റെസീറ്റ്. റെസിപ്റ്റ് എന്ത് പറയും? റെസിപ്റ്റ്. Receipt. റെസിപ്റ്റ് ആ പി ടി അവിടെയുള്ള RECEIPT എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ പി ഉച്ചരിക്കരുത്. ഹിയർ ഈസ് യുവർ റെസിപ്റ്റ്. അപ്പോൾ എങ്ങനെ പറയും? താങ്ക് യു സർ, ഹിയർ ഈസ് യുവർ റെസിപ്റ്റ്. ഇതാ നിങ്ങളുടെ ബില്ല് ഇതാന്ന് എങ്ങനെ പറയും? Thank you, sir. Here is your receipt. റെസിപ്റ്റ്. റെസിപ്റ്റ് അല്ല, റെസിപ്റ്റ്. Receipt. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ കസ്റ്റമർ പറയാണ് താങ്ക് യു വെരി മച്ച്. സ്വാഭാവികമായിട്ടും കസ്റ്റമർ, നമ്മൾ വിചാരിക്കും ഈ പലപ്പോഴും നമ്മളൊരു ഷോപ്പിലൊക്കെ പോയി സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവരോട് തിരിച്ച് ഇടപെടുന്ന രീതി പലരും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോട്ടൽസിലായിക്കോട്ടെ, ഹോട്ടൽസൊക്കെ പ്രത്യേകിച്ച് അവർക്കൊരു ബഹുമാനം നമ്മൾ കൊടുക്കില്ല. നമ്മളെ സാറെന്ന് വിളിച്ചോളാം നമ്മളുടെ. അങ്ങനെയല്ല. നിങ്ങൾ വിദേശത്ത് പോയാൽ മനസ്സിലാക്കും, എത്ര ഹൈ റാങ്കിലുള്ള ആളാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഫുഡ് സെർവ് ചെയ്ത് തരുന്നത്, വിളമ്പി തരുന്ന ആളോ അല്ലെങ്കിൽ സാധനം എടുത്ത് തരുന്ന ആളോ നമ്മൾ തിരിച്ചങ്ങോട്ട് സാറെന്ന് വിളിച്ചു ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ സാറിന് വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അവർക്ക്. പക്ഷേ അവരോട് പറയുമ്പോൾ ഒരു ബഹുമാനം കൊടുക്കാം, തിരിച്ച് ഒരു താങ്ക് യു ഒക്കെ കൊടുക്കാം. ഓക്കെ, താങ്ക് യു സർ, ഹിയർ ഈസ് യുവർ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കസ്റ്റമർ പറയും താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് എന്ത് പറയും? Thank you very much. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഷോപ്പ് കീപ്പർ വീണ്ടും സ്വാഭാവികമായിട്ട് പറയും യു ആർ വെൽക്കം, ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയും. യു ആർ വെൽക്കം, ഹാവ് എ ഗുഡ് ഡേ. You are welcome. Have a good day. അപ്പോൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ പറയാം യു ടു, ബൈ, ഗുഡ് ബൈ എന്ന് പറയാം. യു ടു നിങ്ങൾക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു എന്നാണ്. ഹാവ് എ ഗുഡ് ഡേ, നല്ല ദിനം ആശംസിക്കുന്നു പറയുമ്പോൾ നമുക്ക് പറയാം നിങ്ങൾക്കും നല്ല ദിനം ആശംസിക്കുന്നു. തിരിച്ചു യു ഹാവ് എ ഗുഡ് ഡേ എന്ന് പിന്നെ പറയേണ്ട കാര്യമില്ല. UTOO, യു ടു ബൈ, യു ടു ബൈ എങ്ങനെ പറയും? You too. Bye. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എറണാകുളത്തേക്കാണ്. അപ്പോൾ ഞാൻ പറയാണ് ഞാനും അതെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? I'm also. അല്ലെങ്കിൽ I too ഞാനും വരട്ടെ എന്ന് പറയില്ല അല്ലെ? I too, അതാണ് സംഭവം. I too. ഓക്കെ, എന്താ പറയും? I too. റൈറ്റ്. ദെൻ ഗുഡ് ബൈ. ഓക്കെ, ഇതാണ് നമുക്ക് സംഭവം ചെയ്യേണ്ടത്. ഈ കോൺവെർസേഷൻ നമുക്ക് രണ്ടാളും ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു കോൺവെർസേഷനിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അതിനുശേഷം നമുക്കിത് പ്രാക്ടീസിലേക്ക് പോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അജയ്ക്കോ അഭിനവനോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്കും കൂടി ഉപകാരപ്പെട്ടേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓഡിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. അഭിനവാണോ? ഓക്കെ, ചോദിച്ചോളൂ അഭിനവ്. അപ്പോൾ ഈ കസ്റ്റമറോട് നമ്മുടെ സെയിൽസ്മാൻ ഡയറക്റ്റ് ആയിട്ട് വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചാലോ? വാട്ട് യു വാണ്ട് അല്ലേ? നല്ലൊരു ചോദ്യമായിട്ട് വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കുന്നത് എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാകുന്നറിയോ? ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളൊരു ഷോപ്പിലെത്തിയ സമയത്ത് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് സാധനം വേണം. അപ്പോൾ ഞാൻ ചോദിക്കണം അഭിനവനോട് ചോദിക്കുകയാണ് എന്താ വേണ്ടേ, എന്താ നിങ്ങൾക്ക് വേണ്ടേ, ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഈ റൂഡായിട്ട് നമ്മൾ ചോദിച്ച നമ്മളിപ്പോൾ ചോദിച്ചത് ഇതേ വേർഡ് നമ്മൾ ചോദിക്കുക എന്താ വേണ്ടേ എന്ന് ചോദിക്കുക. ഈ ഒരു ടോൺ വേരിയേഷൻ പോലെ ഉണ്ടാവും. ഞാൻ ചോദിക്കുകയാണ് അഭിനവനോട് എന്താ വേണ്ടേ, തിരിച്ചു ഞാൻ ചോദിക്കണം എന്താ വേണ്ടേ. ഈ രണ്ട് ടോൺ വേരിയേഷൻ പോലെയാണ് ഈ രണ്ട് സെൻറ്റൻസുകൾ. പലരും വാണ്ട് എന്നുള്ള വേർഡ് ഉപയോഗിക്കും. വാണ്ട് എന്ന് അധികം ഉപയോഗിക്കരുത്. ഈ വാണ്ട് പലപ്പോഴും ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അധികാരം ചോദിക്കുന്ന പോലെയാണ്. ഒരു അധികാരം ഇതുപോലെയാണ്. ഐ വാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പ്ലീസ് ഒന്നും ഉപയോഗിക്കാതെ വാണ്ട് ഉപയോഗിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അവിടെ നമുക്ക് നീഡാണ് നല്ലത്. വാട്ട് യു നീഡ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചത് നമ്മുടെ കസ്റ്റമർ ആദ്യം ചോദിക്കുന്ന രീതി എന്താ? ഐ വാണ്ട് സം വെജിറ്റബിൾ ആൻഡ് ഗ്രോസറീസ് ആണോ? അജയ് നോക്കിയേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഐ നീഡാണ്, ഐ വാണ്ട് അല്ല പറഞ്ഞത് അല്ലേ? ഐ വാണ്ട് സം എന്നല്ല, ഐ നീഡ് സം വെജിറ്റബിൾസ് ആൻഡ് ഗ്രോസറീസ്. കേട്ടോ, അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വാണ്ടിന് പകരം നീഡ് ഉപയോഗിക്കുന്നത് പറയുന്നത്. പലർക്കും അതറിയില്ല. പലരും പറയും ഐ വാണ്ട് എ ജോബ്. ഐ വാണ്ട് എ ജോബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്കൊരു ജോലി താടാ എന്ന് പറയുന്നതിലേക്ക് പോകും. മനസ്സിലായി എൻ്റെ വ്യത്യാസം അഭിനവേ? അപ്പം അങ്ങനെ റൂഡായിട്ടുള്ള ഒരു സ്റ്റൈലായി പോകും ഈ വാണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ. ഐ വാണ്ട് സം വാട്ടർ എന്നൊക്കെ പറയുന്നത് നമ്മളെന്തോ നമ്മുടെ രാജാവാണെങ്കിൽ പോലും അങ്ങനെ പറയില്ല. കാരണം അവർ പ്ലീസ് എന്ന് പറയുള്ളൂ. പ്ലീസ് അവിടെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്കിത് രണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പലപ്പോഴും അജയ്ക്കുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമാണ് ഇവിടെ പറയുന്നത്. രണ്ടും ആവശ്യം എന്നുള്ള അർത്ഥം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വാണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത് മാത്രം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആവശ്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ ഒരാളെ, ഒരു കള്ളനെ അല്ലെങ്കിൽ പിടികുട്ടാ പുള്ളിയെ എവിടെ എഴുതുക? ഐ നീഡഡ് എന്നാണോ എഴുതുക, വാണ്ടഡ് എന്നാണോ എഴുതുക? വാണ്ടഡ് എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൈറ്റ്. ഓക്കെ, അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ അതിലുണ്ട്.
നമ്മളത് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ അറിയാതെ അത് ഇങ്ങനെ മനസ്സിലാക്കി പോകും. ശരിക്കും ഈ വാക്കുകളിലുള്ള വ്യത്യാസമുണ്ട്. ഓരോ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട്, വാക്കുകൾക്കല്ല വാക്കുകൾ എവിടെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചും ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കണ്ടാൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നില്ല, പക്ഷേ നമ്മൾ ഒന്നും കൂടി ചിന്തിച്ചാൽ അതിനകത്ത് മിസ്റ്റേക്ക് ആയിട്ട് തോന്നും. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഉന്തുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഉന്തുക എന്ന് പറയില്ലോ, അല്ലേ? ഇംഗ്ലീഷിൽ എന്താണ് ഉന്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുഷ് അല്ലേ? വലിക്കുക എന്നുള്ളതിന് പുള്ള് അല്ലേ? അപ്പോൾ നമ്മൾ മലയാളികൾ പറയല്ലോ ഉന്തും തള്ളും. ഉന്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉന്തുക. തള്ളുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? രണ്ടും ഒരേ അർത്ഥമാണ്. ശ്രദ്ധിച്ചോ? ഉന്തുക എന്ന് പറഞ്ഞാൽ ഉന്തുക, തള്ളുക എന്ന് പറഞ്ഞാൽ ഉന്തുക. രണ്ട് വേർഡ് ഒരേ വേർഡല്ലേ? ഒരേ മീനിങ് അല്ലേ ശരിക്കും? ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. പുഷ് ആൻഡ് പുൾ. പുഷ് ചെയ്യുക, തള്ളുക. പുൾ എന്ന് പറഞ്ഞാൽ വലിക്കുക അല്ലേ? മലയാളത്തിൽ അങ്ങനെയല്ല, ഉന്തുക തള്ളുക, രണ്ടും ഒരേ. അപ്പോൾ നമ്മൾ പറയും നമ്മുടെ മനസ്സിൽ നമ്മൾ അങ്ങോട്ട് ഉന്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളും, അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ വേർഡിൻ്റെ മീനിങ് നോക്കിയേ ഒരേ മീനിങ് ആണ്. അതങ്ങനെ ഒരു ശൈലിയായി സംസാരിച്ച് വന്നൊരു സംഭവമാണ്. അതെല്ലാ ഭാഷയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മൾ പറയില്ലേ റോഡിൽ നിറയെ കുണ്ടും കുഴികളുമാണ്. കുണ്ടെന്ന് പറയുന്നതും ചെറുതാണ്, കുഴി എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആൾക്കാർ പറയും കുണ്ടും കുഴികളുമാണെന്ന് പറയുമ്പോൾ കുണ്ടെന്ന് പറയുന്നത് ചെറുതാണ്, മറ്റേത് വലുതാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല, നമ്മളങ്ങനെ പറഞ്ഞു വന്ന ശൈലിയാണത്. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്നൊരു സംഭവമാണ് ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇല്ലേ? സ്റ്റീൽ ഗ്ലാസ് എന്ന് എന്തോരം ആൾക്കാർ പറഞ്ഞിട്ട് സ്റ്റീൽ ഗ്ലാസ് പറയാറില്ലേ? സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയാറില്ലേ? ശരിക്കും സ്റ്റീൽ ഗ്ലാസ് ആണോ? സ്റ്റീൽ ഗ്ലാസ് അല്ല, നിലത്ത് വീണാൽ പൊട്ടോ? പൊട്ടില്ല. സ്റ്റീൽ ഗ്ലാസ് അല്ല, സ്റ്റീലാണ് അല്ലേ? അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയാൻ പാടോ? ചായ കുടിക്കാൻ വേണ്ടി ആളുകൾ ഞാൻ പറയുന്നത് ആ സ്റ്റീൽ ഗ്ലാസ് അങ്ങ് എടുത്തു. സ്റ്റീൽ ഗ്ലാസ് എടുക്കാൻ നമ്മൾ ഈ ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കപ്പാണ്. ഗ്ലാസിൻ്റെ കപ്പാണ് ചായ കുടിക്കാനുള്ള. കപ്പും സോസറിൻ്റെ മുകളിൽ കപ്പ് വെക്കുന്നു, അവിടെ ചായ അല്ലെങ്കിൽ കോഫി ഒഴിക്കുന്നു. ഓക്കെ, ടീ ഓർ കോഫി ഒഴിക്കുന്നു. അപ്പോൾ അത് കപ്പാണ്. ആ ചായ കുടിക്കുന്ന സംഭവത്തിന് പറയുന്നവർ കപ്പ് എന്നാണ് അതിന് പറയുന്നത്. അത് സ്റ്റീലിൻ്റെ കപ്പുണ്ട്, ഗ്ലാസിൻ്റെ കപ്പുണ്ട്, ഇനി അതല്ലാതെ മറ്റ് ക്ലേ ഉപയോഗിച്ചിട്ടുള്ള കപ്പുമുണ്ട്. അപ്പോൾ അത് കപ്പാണ്. ശരി, നമ്മൾ മലയാളികൾ അതിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഗ്ലാസ് എന്നാണ് അതിനൊരു പേരായിട്ട് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ അങ്ങനെ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഡെറ്റോൾ നമ്മൾ പറയല്ലേ, ഡെറ്റോൾ ഇല്ലേ? ഡെറ്റോൾ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ നെയിമാണ്. ശരിക്കും ആ ലോഷൻ്റെ ഇതിനല്ല. ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ ഒരു ലോഷൻ അല്ല, അതിൻ്റെ കമ്പനിയുടെ പേരാണ്. പക്ഷേ ആ ഒരു സംഭവത്തിന് അതേപോലെ മറ്റൊരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേര് ഇവിടെ പറയാൻ പാടില്ല, എങ്കിലും ഞാനത് പറയാണ്. പൊതുവിൽ നമുക്കെപ്പോഴും എന്താണോ മനസ്സിലും നേരിട്ടും കണ്ടും പരിചയമുള്ളത് അത് പറയുമ്പോഴാണല്ലോ എളുപ്പം. പക്ഷേ നമ്മളങ്ങനെ ഈ ഡെറ്റോൾ എന്ന് പറയുമ്പം ആ ഒരു സാധനത്തിന് ആ ലോഷനാണ് പറയുക അല്ലേ? നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. ഒരു കമ്പനി നെയിമായിട്ട് നമ്മൾ പറയില്ലല്ലോ, ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ഡെറ്റോളിന് വേറെ സോപ്പുണ്ട്, ഒക്കെ ഉണ്ട്, പല ലോഷനൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ വിഷയമല്ല, ഞാനത് ബ്രാൻഡ് പറഞ്ഞായിട്ട് നിങ്ങൾ കരുതണ്ട കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, വേർഡിന് അങ്ങനെയാണ് പറഞ്ഞു വരിക. ഓക്കെ, സംശയം ക്ലിയർ ആണോ? അതാണോ അജയ് ചോദിച്ചത്? അഭിനവിൻ്റെ ഡൗട്ടോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഈ ടെക്സ്റ്റ് മുകളിൽ തരാം. ടെക്സ്റ്റ് കാണുന്നുണ്ടോ? അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരാളൊരു കസ്റ്റമർ ആവുക, അടുത്തയാൾ ഷോപ്പ് കീപ്പർ ആവുക. അപ്പോൾ ഒരാളിത് ചോദിക്കുമ്പോൾ സ്പീഡിൽ ചോദിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ ചോദിച്ചു പോവാം കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിനും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഒരാളൊരു എന്നിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് സ്പീഡിൽ പോവാം. അപ്പോൾ ആരാണ് കസ്റ്റമർ? അജയ് ഈ പ്രാവശ്യം കസ്റ്റമർ ആകണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ അജയ് നേരത്തെ സ്കിപ്പ് ചെയ്താണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ അജയാണ് കസ്റ്റമർ. അപ്പോൾ അജയ് എന്ന് പറഞ്ഞു ചോദിക്കൂ. അഭിനവാണ് ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പർ, സെയിൽസ്മാൻ, അവർ എന്ത് വേണമെങ്കിൽ പറയാട്ടോ നിങ്ങൾക്ക്. ഓക്കെ, yeah, let's start with Ajay. I need some vegetables and groceries. Sure. What vegetables are you looking for? Some okra, tomatoes, potatoes and some plantains, please. അജയ് സോറി, ഞാൻ അവിടെ നിന്ന് ഇടപെട്ടെ. പൊട്ടാറ്റോ എന്ന് പറയുന്നത് അജയ്. പൊട്ടേറ്റോ മാറ്റി ടായാക്കി നോക്കിയേ. പൊട്ടേറ്റോ. ടൊമാറ്റോ. ടു എന്ന് പറയില്ല, ടൊമാറ്റോ. ടാ ഇല്ലേ? ടാ, രണ്ട് റാ താഴെ അടുപ്പിച്ചിട്ടുമ്പോൾ ടാ. ടൊമാറ്റോ, പൊട്ടേറ്റോ. ഒന്ന് പറഞ്ഞു നോക്കിയാ അജയ്. Some okra, tomato, potato and some plantains, please. Very good, very good. Got it. Any specific groceries needed? അഭിനവ് ഗോട്ട് ഇറ്റ് എന്നാണോ ഗോഡ് ഇറ്റ് എന്നാണോ പറഞ്ഞത്? Got it. Got it. Yeah, I got it. ഗോട്ട് ഇറ്റ് വേണ്ട കേട്ടോ. ഗോട്ട് എന്ന് പറയുമ്പോൾ ആടായിപ്പോയി. Got it. Yeah, I got it. ഗോട്ട് എന്നാണ് ശരിക്കും എഴുതിയെങ്കിലും പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാം. Got it. Yeah, I got it.
പറഞ്ഞേക്ക്. Got it. Any specific groceries needed? Yes, some asafoetida, fennel seed and some fenugreek if possible. യാ, അപ്പോൾ All available. ഒന്നുകൂടി പറഞ്ഞേക്ക്. ഏതാണ്? സോറി. Yes, some asafoetida, fennel seed and some fenugreek if possible. വെരി ഗുഡ്, വെരി ഗുഡ്. അസഫെറ്റീഡ, ശ്രദ്ധിച്ചോ, അസഫെറ്റീഡ. റൈറ്റ്, വെരി ഗുഡ്. ഒന്ന് പറഞ്ഞു നോക്കി അഭിനവ് അത്. Yes, some asafoetida, fennel seed and some fenugreek if possible. റൈറ്റ്, ഓക്കെ, നമുക്കത് ശരിയാക്കി വരാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നമുക്കിത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് 3 ടൈം കണ്ടോ ഉറപ്പാണ് നിങ്ങൾക്കിത് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത്. All available. How much okra do you need? All available. നോക്കിയേ, അവൈലബിൾ, all available. മുറിച്ച് all available എന്നായി പോയിട്ടുണ്ട്. all available പറഞ്ഞു നോക്കിയേ. All available. Just half a kilo would be fine. ഹൗ മച്ച് അത് പറഞ്ഞില്ലല്ലോ ഷോപ്പ് കീപ്പർ. ഹൗ മച്ച് okra do you need? അത് പറഞ്ഞോ. All available. How much okra do you need? ആ, ഈ ഡൂനേക്കാൾ നല്ല അവർ ശരിക്കും നമ്മളങ്ങനെ പറഞ്ഞു പഠിക്കണമെന്നില്ല, എങ്കിലും പറയുമ്പോൾ നമുക്കൊരു സൗകര്യം ഉണ്ടാവും. ജായാണ് ശരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഡിഡ് യു ഗോ ദെയർ എന്ന് പറഞ്ഞാൽ ജിജ് ഗോ ദെയർ, അങ്ങനെ ആയിരിക്കും അവർ പറയാം, ജിജ് ഗോ ദെയർ. അപ്പോൾ അതുപോലെ ഹൗ മച്ച് okra do you need. ശരിക്കും ജെ പോലെ ഒരു സംഭവം അതിനകത്ത് വരുന്നുണ്ട്. കംപ്ലീറ്റ് ജെ അല്ല കേട്ടോ. do you need. do you need എന്നുള്ളതിന് do you need ഒന്ന് പറഞ്ഞു നോക്കിയാൽ അഭിനവേ. Do you need? യാ, ഹൗ മച്ച് okra എന്നായി പോണ്ട കേട്ടോ. ഈ okra ഹൗ മച്ച് okra നമ്മൾ പറയുന്ന സമയത്ത് ഈ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അധികം സ്പെല്ലിംഗ് ആണ് വരിക. അതാണ് പല ആൾക്കാരും പറയുന്ന സമയത്ത് ആ ഓരോ വാക്കിലും ഓരോ ലെറ്ററിനും ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കും. അപ്പോൾ അത് കുറച്ച് വികളായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ഞാൻ നല്ലൊരു ചെറിയ മോനോട് ചോദിക്കുമായിരുന്നു, എന്താണ് ഈ ലക്കിടീൻ്റെ സ്പെല്ലിംഗ് എന്താണ്. ലക്കിടി ഇല്ലേ, വയനാട്ടിലെ ഏറ്റവും കൂടുതൽ മഴയൊക്കെ പെയ്യുന്ന സ്ഥലം ലക്കിടി. അപ്പോൾ ലക്കിടീൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ സംഭവമാണ് LA ലക്കിടീൻ്റെ സ്പെല്ലിങ്. കേട്ടാൽ നമുക്ക് തോന്നുന്നു ഇല്ലേ, നമുക്ക് പെട്ടെന്ന് തോന്നുന്നു അത് കൊള്ളാലോ എന്ന് തോന്നൂലേ. അതേപോലെ ഇപ്പോൾ നമ്മൾ സ്പെല്ലിങ്ങിനെ കൂടുതൽ ബോധർ ചെയ്താൽ നമ്മൾ പറയുന്ന ഇതിലങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ടത് ഒക്രയ്ക്ക് എന്താ പറയുക, okra. ഹൗ മച്ച് okra do you need? പറഞ്ഞു നോക്കാം അഭിനവ്. How much okra do you need? Yeah, right. Okay, do you need. How much okra do you need? Just half a kilo would be fine. Yeah, that's really good. And just half a kilo would be fine. And would be fine. അതാണ്. ഓക്കെ, അത് മതി എന്നുള്ള അർത്ഥത്തിൽ. ഒന്നുകൂടി പറഞ്ഞാൽ ചെയ്. Just a half kilo would be fine. വെരി ഗുഡ്. അപ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് പറയും? And tomato and potato? അതാണ്. അപ്പോൾ അത് അതിനോട് അടുത്ത് തന്നെ ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കുറേ ഗ്യാപ്പ് ഇട്ട് ചോദിച്ചാൽ ഞാൻ ആൻഡ് ടൊമാറ്റോസ് ആൻഡ് പൊട്ടാറ്റോസ് ആണോ. നമ്മൾ സംസാരിച്ച് പഠിക്കുമ്പോൾ ഒറിജിനലായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ പറയാം. നമ്മൾ ആ വാക്കിൻ്റെ ഭംഗിയല്ല നമ്മൾ പറയില്ല. നമ്മൾ ഇല്ല പിന്നെ പൊട്ടാറ്റോ ടൊമാറ്റോയോ എത്ര വേണ്ടേ, അല്ലെ തക്കാളിയും ഉരുളക്കിഴങ്ങും എത്രയാണ്, ആ ഒരു ചോദ്യമാണ്. ആൻഡ് ടൊമാറ്റോസ് ആൻഡ് പൊട്ടാറ്റോസ്. ഓക്കെ, ചോദിച്ചോ. Okay, sir. Please, 1 kilogram each. അതൊന്നുകൂടി പറഞ്ഞ അഭിനവ്, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിച്ചു. And the tomatoes and potatoes? Please, 1 kilogram each. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് പറയും? All set. Then? വെരി ഗുഡ്. And 1 kilogram of plantains. Yeah, and 1 kilogram of plantains. Okay, yes, shopkeeper. Plantain type? Plantain type? Raw or ripe? ഒന്നുകൂടി ഞാൻ ചോദിച്ചേ. Plantain type? Raw or ripe? Yeah, very good. I need ripe ones. I need a ripe one. ഇങ്ങനെ. Yeah, I need a ripe one. I need ripe one. I need ripe one. Okay, ripe one. Okay, പറയൂ. Okay, anything else you need? ഓക്കെ, നമ്മളെ ഓക്കെ അല്ല കേട്ടോ, ശരിക്കും ഓക്കെ എന്നൊക്കെ ഞാനും ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. ഓക്കെ, കായ് ഒന്ന് സോഫ്റ്റ് ആക്കിയ. ഓക്കെ, ആ കെയ് ഒന്ന് കുറച്ചാൽ മതി. കീ എന്ന് പറയും പോലെ. ഓക്കെ, എനിത്തിങ് എൽസ് യു നീഡ്. ഓക്കെ, എനിത്തിങ് എൽസ് യു നീഡ്. Anything else you need? എനിത്തിങ്ങിൽ ശരിക്കും ഉണ്ടാവില്ല. നത്തിങ് എൽസ് യു നീഡ്. ഓക്കെ, നത്തിങ് എൽസ് യു നീഡ്. ചോദിച്ചു നോക്കൂ അഭിനവ്. Okay, nothing else you need? പറഞ്ഞു നോക്കൂ. Did you get asafoetida, fennel seed and fenugreek? അതാ ഡിഡ് ഒന്ന് ജിജ് എന്ന് പറഞ്ഞ് ആക്കി നോക്കിയാൽ. Did you get? Did you get? Did you?
ഡായും ജായും ഡായിൽ തുടങ്ങുന്നു ജായലോ. ഡിഡ് യു ഗെറ്റ് അസഫറ്റീഡ ആൻഡ് ഫെനൽ സീഡ് ആൻഡ് ഫെനുഗ്രീക്ക്? Did you get asafoetida, fennel seed and fenugreek? Very good. Really good. Come on. Abhinav. Yes, already added. Are you going to make pickle? Yeah, really. അപ്പോൾ നോക്കിയേ, അതിനൊരു ഇമോഷൻ ഇല്ലല്ലോ അഭിനവേ. നമ്മൾ യെസ് ഓൾറെഡി ആഡഡ്, ആർ യു ഗോയിങ് ടു മേക്ക് പിക്കിൾ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ആയിപ്പോഴല്ലോ. യെസ് ഓൾറെഡി ആഡഡ്, അത് കറക്റ്റായി ചെയ്തു. ദാറ്റ്സ് റിയലി ഗുഡ്. എന്നിട്ട് ചെയ്യണം, ആർ യു ഗോയിങ് ടു മേക്ക് പിക്കിൾ? നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൊടുക്കല്ലേ. നമ്മൾ ചോദിക്കണല്ലോ, ആർ യു ഗോയിങ് ടു മേക്ക് പിക്കിൾ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. ഇതൊക്കെ എന്തിനെങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നുണ്ടല്ല, നമ്മൾ ഇമോഷണലായിട്ട് വാക്കുകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഈ ഇമോഷണലായിട്ടുള്ള ഡിലോഗുകളെ ബ്രെയിൻ പിടിച്ചു നിർത്തുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് പിന്നീടൊരു കാര്യം പറയേണ്ടി വരുമ്പോൾ ബ്രെയിൻ പെട്ടെന്ന് അത് എടുത്തുകൊണ്ട് വരും. ഇമോഷൻ ഇല്ലാതെ ഒരേ ടോണിലാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പാട്ട് പാടുന്ന സമയത്ത് എല്ലാം ഒരേ ടോണിൽ എല്ലാം ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പാടുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ രസം ഉണ്ടാവുമോ? ഇല്ല സർ. ഇല്ല അല്ലേ അജയ്? അങ്ങനെയല്ലേ? ചിലപ്പോൾ ഒന്ന് മുകളിൽ ഇങ്ങനെ കയറി പോയിട്ട് താഴേക്ക് ഇറങ്ങി ഒന്ന് സ്ലോ ആയിട്ട് അങ്ങനെ വേരിയേഷൻ വരുമ്പോഴാണ് നമുക്കത് കേട്ടാൻ. അതെന്തും ജീവിതത്തിൽ എന്ത് സംഭവമാണെങ്കിലും ഈ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു സിനിമ നിങ്ങൾ കാണുന്നുണ്ടോ? സിനിമയിലെല്ലാം ഒരേപോലെ ഇങ്ങനെ പോകുന്ന രസം ഉണ്ടാവില്ല. ഇടയ്ക്കൊന്ന് കയറി കുറേ സന്തോഷകരമായ സംഭവം ഉണ്ടാവും, പെട്ടെന്നൊന്ന് താഴേക്ക് ഇറങ്ങി വന്ന് എന്തെങ്കിലും ദുഃഖകരമായൊരു സംഭവം ഉണ്ടാവും, പിന്നെ ഇങ്ങനെ സന്തോഷം ദുഃഖം ഇങ്ങനെ വേരിയേഷൻസ് ഉള്ളതുകൊണ്ടാണ് ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. എല്ലാം ഒരേ ടോണിലാണെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ഈ വേരിയേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ പിന്നെ. Yes, already added. Are you going to make pickle? Yes, I got some bilimbi. Yeah, bilimbi കിട്ടിയതിനൊരു സന്തോഷം വേണ്ടേ അജയ്? സന്തോഷം വേണ്ടേ? വേണം സർ. ഒന്ന് പറയ്. Yes, I got some bilimbi. റൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വിൽക്കാൻ വേണ്ടി നോക്കുകയാണ് ആര്? ഷോപ്പ് കീപ്പർ. പറയൂ അഭിനവ്. Gingery oil or anything else for cooking? Yeah, gingery oil or anything else for cooking? Yes, a bottle of gingery oil. Thanks. സർ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ? ഒന്നുകൂടി പറഞ്ഞോ അത്. Okay. Gingery oil or anything else for cooking? Yes, a bottle of gingery oil. Thanks. ഓക്കെ, വെരി ഗുഡ്. റൈറ്റ്. അപ്പോൾ അടുത്ത് നമുക്ക് കസ്റ്റമർ ചോദിക്കുകയാണ്, ഷോപ്പ് കീപ്പർ എന്താണ് ചോദിക്കുന്നത്? Spices or herbs needed? ആണോ? ഷോപ്പ് കീപ്പർ അല്ലേ ചോദിക്കണ്ടേ? അതെ. ഓക്കെ, റൈറ്റ്. സ്പൈസസ് ഓർ ഹെർബ്സ് നീഡഡ്. ഓക്കെ, അഭിനവ് ചോദിച്ചു അല്ലേ? അതെ. ഒന്നുകൂടി ചോദിച്ചോ അഭിനവ്. Spices or herbs needed? വെരി ഗുഡ്. Just some nuts. Sir, ഒന്നുകൂടെ പറയാം. Just some nutmeg. Okay. Maize. ഇങ്ങനെയൊക്കെയുള്ള സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് ചില സാധനം നമ്മുടെ കയ്യിൽ നിന്ന് കേട്ടോ. Just some nutmeg, maize and some basil. Just some nutmeg, maize and some basil. Okay. Just some nutmeg, maize and some basil. Very good. Right. നമ്മളെ ഈ ഇമിറ്റേഷൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഇമിറ്റേഷൻ ചിലപ്പോൾ ശരിയല്ല എന്ന് പലരും പറഞ്ഞേക്കാം. ഞാൻ മുമ്പ് പറയാറുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൽ ഇമിറ്റേഷനാണ് ഭാഷ എന്ന് പറയുന്നത്. നമ്മളെവിടെയെങ്കിലും കേട്ടതും പറഞ്ഞതും ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഡയലക്ട്സ് ഉണ്ട്. അതായത് ഓരോ സ്ഥലത്തും ഓരോ ഭാഷാ വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല കോഴിക്കോട് സംസാരിക്കുന്നത്, അതേപോലെ ആയിരിക്കില്ല മലപ്പുറത്ത്, അതേപോലെ ആയിരിക്കില്ല ഇപ്പോൾ തൃശ്ശൂർ സംസാരിക്കുക, പാലക്കാട് സംസാരിക്കുക. ഇതൊക്കെ കേൾക്കാൻ ഓരോ ഭംഗിയുണ്ടാവും. അപ്പോൾ ഒരാൾ അവിടെ ജനിച്ച് വളരുമ്പോൾ അവിടെ പറയുന്ന ഭാഷാ വകഭേദങ്ങൾക്കനുസരിച്ചായിരിക്കും അയാളുടെ ഭാഷ രൂപപ്പെടുക, അല്ലേ? സ്വാഭാവികമല്ലേ? അപ്പോൾ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് അതിന് ഓരോ ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, പറയുന്നതിൻ്റെ ആ ടോണും വേരിയേഷനൊക്കെ നമ്മൾ അറിയാതെ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു രസം ഉണ്ടാവും. അത് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇമിറ്റേഷൻ ചെയ്തോളൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ചെയ്തു. കറക്റ്റാണ്, ചെയ്തോളൂ. കസ്റ്റമർ പറയാം ജസ്റ്റ് സം നട്ട്മെഗ് എന്നുള്ളത്. ഓക്കെ. Just some nutmeg, mace and some basil. Great choice. Anything more? വെരി ഗുഡ്. നിങ്ങൾ താർക്കാണല്ലോ. ഓക്കെ, ബാക്കി പറയാം. Where can I get Love's medicines for my daughter? റൈറ്റ്. ഓക്കെ, അതൊന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്തോ. കറക്റ്റാണ്, സംഭവം പറഞ്ഞത് കറക്റ്റാണ്. Where can I get Love's medicine for my daughter? ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ. Where can I get Love's medicines
It's for my daughter. യെസ്, ശരിക്കും ഈ ലൗസ് മെഡിസിനേക്കാൾ നല്ല ലൈസ് ആണ് കേട്ടോ. കാരണം ലൗസ് മെഡിസിൻ പറയാമെങ്കിലും ലൈസ് എന്നും പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ലൗസ് എന്ന് പറയുമ്പോൾ ഒരു പേനാണ്, ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ലൈസ് ആണ്. ഓക്കെ, ലൈസ് മെഡിസിൻ എന്നും വേണേൽ പറയാം. ഓക്കെ ഓക്കെ എന്നോട് പറഞ്ഞോളൂ എന്നാല്. Where can I get Love's medicines? It's for my daughter. വെരി ഗുഡ് പറഞ്ഞോളൂ അഭിനവ്. I think it's better for you go to the medical shop. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഗോ ടു ദ മെഡിക്കൽ ഷോപ്പ്. അല്ല, നമ്മൾ എവിടെയാണ് ഈ ഒരു സെൻറ്റൻസ് മുറിക്കേണ്ടത് നമുക്കൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുറിക്കാം. നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകണമെന്നൊന്നുമില്ല. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ഇഫ് യു ഗോ ടു ദ മെഡിക്കൽ ഷോപ്പ്. പറഞ്ഞു വയ്ക്കാം അഭിനവ്. I think it's better if you go to the medical shop. Okay, thank you. വെരി ഗുഡ്, പറഞ്ഞോളൂ അഭിനവ്. ഇപ്പോൾ നമ്മൾ പറയേണ്ട റേറ്റ് പറയാണ്, നമുക്ക് എത്ര ടോട്ടൽ ആയിട്ടുണ്ട് അല്ലേ, അതിൻ്റെ എക്സ്പെൻസ്. Your total is 725 rupees. Yeah, sir, sir, your total is 725 rupees only. ഒരു ഓൺലി ഇടുന്നത് നന്നായിരിക്കും. Okay, sir. ഓക്കെ, എന്ന് പറയും. Sir, your total is 725 rupees only. 725 rupees only. ഞാൻ ഇതിനകത്ത് എസെൻഷ്യൽ പോയിന്റുകളാണ് തരുന്നത്. നമ്മുടെ കയ്യിൽ നിന്നിട്ട് പരിപോഷിപ്പിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളെ കയ്യിൽ നിന്നിട്ട് കളിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, യാ ഗുഡ്, പറഞ്ഞോളൂ. Yeah, can I make a payment with Google Pay? Sure, here's the QR code. Here is the QR code. ഒന്നുകൂടി പറഞ്ഞത്. Sure, here's the QR code. Yeah. It's processed. Please check. Yeah, it's processed. Please check it. Yeah, it's processed. Please check it out. പറഞ്ഞു നോക്കൂ ഒന്നുകൂടെ. Yeah, it's processed. Please check it out. Okay, correct. Thank you, sir. Here a receipt. Thank you, sir. Here is your receipt. അതാണ് വേണ്ടത് കേട്ടോ. താങ്ക് യു, പിന്നെ സാർ മുറിഞ്ഞു പോരുത്. താങ്ക് യു, സർ. Here is your receipt. റെസീപ്റ്റ് ആണ്, റെസീപ്റ്റ് ഇല്ല കേട്ടോ. പണ്ട് പഠിച്ച ഓർമ്മയിൽ അറിയാതെ ഞാൻ പോലും ഇത് പറഞ്ഞു പോകാറുണ്ട് റെസീപ്റ്റ്, പക്ഷെ അതല്ല. താങ്ക് യു, സർ. Here is your receipt. Thank you, sir. Here's your receipt. Here അന്ന് പറഞ്ഞേക്കാം. Here is your receipt. Here is your receipt. Okay, very good. പറഞ്ഞോളൂ. Thank you very much. Thank you very much. വെരി ആയി പോണ്ട, വെരി മച്ച്. താങ്ക് you very much. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞു നോക്കൂ. Thank you very much. അഭിനവ് എന്ന് പറയും. Thank you very much. ഓക്കെ, അപ്പം ഞാൻ ആൻസർ എന്ന് പറയും. You're welcome. Have a good day. വെരി ഗുഡ്. You too. Bye. Goodbye. റൈറ്റ്, അതാ വെരി ഗുഡ്. നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ നിങ്ങളത് റെസ്പോണ്ട് ചെയ്തു. ഇനി ഒറ്റ സമയം ഞാൻ ഇനി ഇതിനകത്ത് ഇടപെടില്ല. നിങ്ങൾ രണ്ടാളും ഒരു രീതിയിൽ പറയുക. സ്പീഡ് വേണ്ട, നല്ല ഭംഗിയിൽ സമാധാനത്തിൽ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ പറഞ്ഞാൽ മതി കേട്ടോ. പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. തെറ്റിപ്പോടും അതൊന്നും കുഴപ്പമില്ല, സ്വാഭാവികമല്ലേ. ഓക്കെ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മളത് ശരിയാക്കി എടുക്കണം, അതാണ്. ഓക്കെ, തെറ്റിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ട്രൈ ചെയ്യാം. അപ്പോൾ കംഫർട്ടബിളായിട്ട് എടുത്തോളൂ. കസ്റ്റമറായിട്ട് വേണമെങ്കിൽ അഭിനവ് അല്ലേ, അഭിനവാണ് കസ്റ്റമറായിട്ട് എടുക്കുന്നത്, അതോ ഇത് തന്നെയാണോ, സെയിം തന്നെ മതിയോ, എന്താ വേണ്ടത്? മതി അല്ലേ. ഓക്കെ, എന്നാൽ അങ്ങനെയാണ് ചെയ്യാലോ. അജയ് ഓക്കെ ആണോ? ഓക്കെ സാർ. റൈറ്റ്, അപ്പോൾ ഞാൻ ഇതിൽ ഇടപെടില്ല, നിങ്ങൾ ചെയ്തോളണം. സ്ലോയിൽ, സ്പീഡൊന്നും വേണ്ട, ഓവർ സ്പീഡ് വേണ്ട. സ്ലോയിൽ ഭംഗിയായിട്ട് മെല്ലെ സമാധാനപരമായി ചെയ്തു പോയാൽ മതി. ഓക്കെ, യാ ലെറ്റ്സ് സ്റ്റാർട്ട്. Hi, I need some vegetables and groceries. Sure. What vegetables are you looking for? Some okra, tomato, potato, and some plantains, please. Got it. Anything specific groceries you need? Yeah, some asafoetida, fennel seed, and some fenugreek if possible. All available. How much okra do you need? Just a half kilo would be fine. And the tomato and potato? Please 1 kilogram each. Okay. All set then? And 1 kilogram of plantain, please. Plantain type is raw or ripe? Yeah, I need ripe ones. Okay. Anything else you need? Did you get asafoetida, fennel seed, and fenugreek? Yes, already added. Are you going to make pickle? Yeah, I got some bilimbi. Okay. Gingerly oil or anything else for cooking? Oh yes, a bottle of gingerly oil. Thanks. Spices or herbs needed?
Just some nutmeg, milk, and some basil. Great choice. Anything more? Where can I get Lois medicines? It's for my daughter. I think it's if you go to the medical shop. Okay, thank you. Okay, your total 725 rupees only. Oh, can I make a payment with Google Pay? Sure, here's the QR code. Okay, it's processed. Can you please check it? Thank you, sir. Here's your receipt. Thank you very much. You are welcome. Have a good day. You too. Bye. Goodbye. വെരി ഗുഡ് സൂപ്പർ. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് ഫസ്റ്റല്ല സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റം ഇനിയും വരുത്താനുണ്ട്. ഇപ്പോൾ ഡിഡ് വരുന്ന സമയത്ത് അതുപോലെ ചില സാധനങ്ങൾ നിങ്ങൾ വിഴുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈ നിട്ട് ചില സംഭവങ്ങൾ അതിനൊന്ന് കൊഴിപ്പിച്ചിട്ടുണ്ട്. അത് കൊള്ളാം. ചില സാധനങ്ങൾ വിട്ടുപോയെങ്കിലും ചില സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് വരികയും ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഒന്ന് ഡിഡിയു എന്നുള്ള ജിജിയു എന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ അങ്ങനെയുള്ള ചില വാക്കുകൾ വരുന്ന സമയത്ത് അത് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കോൺവെർസേഷൻ്റെ പ്രാക്ടീസ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അജയ്ക്കും അഭിനവനും അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഈ വീഡിയോയിലല്ല തൊട്ടടുത്ത വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ നമുക്ക് 2 ക്യാരക്ടറിൻ്റെയും സൗണ്ട് ഉണ്ടാവും. അതിലൊരു ക്യാരക്ടറിൻ്റെ സൗണ്ടേയും കട്ട് ചെയ്യും. അതായത് ഒന്ന് കസ്റ്റമർ, ഒന്ന് ഷോപ്പ് കീപ്പർ. അപ്പോൾ കസ്റ്റമർ സംസാരിക്കും. ആ സമയത്ത് ഷോപ്പ് കീപ്പറുടെ ഭാഗത്ത് ടെക്സ്റ്റ് കാണിക്കും. അവിടെ നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. രണ്ടാമത് ഷോപ്പ് കീപ്പർ സംസാരിക്കും. അപ്പോൾ കസ്റ്റമറുടെ ഭാഗത്ത് ബ്ലാങ്ക് ആയിരിക്കും. അവിടെ നിങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. ആ കറക്റ്റ് ഗ്യാപ്പിനുള്ളിൽ ആ ടെക്സ്റ്റ് നോക്കി പ്രാക്ടീസ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ മേക്ക് ചെയ്തിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതെല്ലാവരും ചെയ്ത് അത് കണ്ട് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കാരണം പ്രാക്ടീസാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഈ വീഡിയോ നിങ്ങളൊരു 2-3 തവണ കാണുക. കണ്ടത് ഓക്കെ ആക്കിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു മെത്തേഡാണ്. വർഷങ്ങളായിട്ട് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ഓപ്ഷൻസാണ്. എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ഈ സെഷനിൽ ഉൾപ്പെടുത്തുകയാണ്. അതെല്ലാവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഒപ്പം ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. കാരണം കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുക. നിങ്ങൾക്ക് എത്രത്തോളം ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും കമൻറ്റ് ചെയ്യാതെ എന്താണെന്ന് അഭിപ്രായം പറയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തണോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ കരുതുകയാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ തവണ ഈ വീഡിയോ കണ്ടാൽ പോരാ. റിപ്പിറ്റേഷൻ ഈസ് ദ കീ പോയിന്റ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്. നിങ്ങൾ ഈ വീഡിയോ വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുക. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലാരിറ്റി വരുത്താൻ പറ്റും. ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഒരു 5 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ടെക്സ്റ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. ഇതേപോലുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഞാൻ ഇന്ന് പഠിപ്പിച്ച ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള, നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇപ്പം തന്നെ ഇടണം കേട്ടോ. മറന്നു പോരുത്, ഇപ്പം തന്നെ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കാം. എല്ലാവർക്കും തന്നെ ഞാൻ മറുപടി നൽകാറുണ്ട്. ഒരു 99% ആളുകൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ധൈര്യമായിട്ട് വരാം. നമുക്ക് അവിടെ നിന്ന് പഠിച്ച് അടിച്ച് പൊളിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വാട്സപ്പ് നമ്പറിലാണ് കേട്ടോ ബന്ധപ്പെടേണ്ടത്. ഈ വാട്സപ്പ് നമ്പറിലാണ് കേട്ടോ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിൻ്റെ പല ടിപ്സുകളും ഈ ഗ്രൂപ്പിലൂടെ നൽകുന്നുണ്ട്. ഓഡിയോ ടിപ്സുകൾ ഉണ്ടാകും. യൂട്യൂബിൽ വരാത്ത ചില ഓഡിയോ ടിപ്സുകൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. അതുകൂടാതെ യൂട്യൂബിൽ വീഡിയോ എപ്പോഴാണ് വരിക, കൃത്യസമയം, അതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം നമുക്ക് നേരിട്ട് നടക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ഫുള്ളാണ്. മുൻകൂട്ടി ഒരുപാട് ആൾക്കാർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരോ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകൾ പൂർത്തിയാകുന്ന സമയത്ത് ആ ഒഴിവ് എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് ആവശ്യമാണെങ്കിൽ ആ കോഴ്സിൽ ചേരണമെങ്കിൽ ചേരുകയും ചെയ്യാം. നമുക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് മെസ്സേജാണ് വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും മറുപടി അയക്കാൻ
പറ്റാതെ വരുന്നത്. എങ്കിലും ഞാൻ എല്ലാവർക്കും തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ. വാട്സപ്പ് നമ്പർ കണ്ടല്ലോ, 9995558247. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കുക എന്നാണ്. അതേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറയുന്നത് നാം എവിടെ നിൽക്കുന്നു എന്നല്ല, മറിച്ച് ഏത് ലക്ഷ്യത്തിലേക്കായി കുതിക്കുന്നു എന്നതാണ്. Yes, my dear friend, the great thing in this world is not so much where we are, but in what direction we are moving. Meet again, it's me, your close friend, Surya Dhanish. Have a great day. Bye for now.